स्वस्ति श्री गणनायको गजमुखो मोरेश्वर सिद्धितः बल्लाळस्तु विनायक स्वथमढे चिंतामणि स्थेवरे लेण्याद्रौ गिरिजात्मजः सुवरदो विघ्नेश्वरश्चोझरे ग्रामे रांजण संस्थितो गणपतिः कुर्यात् सदा मंगलम्। അനന്തമാം കാലത്തിൻ അക്ഷയഖനികളിൽ അനശ്വര സത്യനാദം തിരയുന്നു നാം. അപൂർവരാഗത്തിൽ ആരോഹണങ്ങളിൽ അനശ്വര സ്നേഹനാളം തേടുന്നു നാം. ആദിമധ്യാന്തങ്ങളില്ലാത്ത സ്നേഹസങ്കീർത്തനം ആയിരമിതൾ വിരിഞ്ഞുണരുന്നു നിത്യവും. അക്ഷരപുണ്യമായി അക്ഷയ തേജസായി ആരിലും വിരിയുന്നു കാണാക്കിനാവുകൾ. കൊല്ലം അനശ്വരയുടെ 31ാമത് നാടകം മഞ്ഞു പെയ്യുന്ന മനസ്സ്. ഈ റേഷൻ കാർഡിന് അപേക്ഷിച്ച 24 മണിക്കൂറിനുള്ളിൽ കിട്ടുമെന്ന ആ മന്ത്രി പറഞ്ഞത് കിട്ടുമോ? കിട്ടും കിട്ടും, മന്ത്രിക്ക് കിട്ടും. സാധാരണക്കാർക്ക് കിട്ടുന്നതിനെ പറ്റി നമുക്കൊന്നും പറയാനൊക്കില്ല. അതൊക്കെ ഓരോരുത്തരുടെ തലയിലെടുത്തും ഭാഗ്യവും പോലിരിക്കും. രണ്ടാം നിലയ്ക്കര് വലത്തോട്ട് ചെല്ലണം. എങ്ങോട്ട്? രണ്ടാം നിലയ്ക്കര് വലത്തോട്ട് ചെല്ലണം. സപ്ലൈ ഓഫീസ് അവിടെ രണ്ടാം നില കയറി വലത്തോട്ട്. അവിടെയാണല്ലേ സപ്ലൈ ഓഫീസ്. സോറി ഏട്ടാ. മക്കളെ, എനിക്കൊരു വരുമാന സർട്ടിഫിക്കറ്റ് വേണം. ഇവിടെ
ഇയാള് വരുമാന സർട്ടിഫിക്കറ്റും കച്ചവടം ചെയ്യാൻ തുടങ്ങിയോടെ. വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നാ തരിക. അത് ശരി, ഞാൻ വിചാരിച്ചു മാവേലി സ്റ്റോറിൽ നിന്നായിരിക്കുമെന്നാ. നീ എന്താ ചെരക്കാനിരിക്കുക അവിടെ? എഴുതി വെച്ചിരിക്കുന്ന കണ്ടോ, അപേക്ഷകൾ എഴുതി കൊടുക്കപ്പെടും. അത് ശരി, ഞാൻ വിചാരിച്ചു വിദേശ മദ്യങ്ങൾ വിൽക്കപ്പെടും എന്ന് എഴുതി വെച്ചിരിക്കുന്നതെന്നാ. ആക്കിയതാ അല്ലേ? ആണെങ്കിൽ നീ ഇവിടെ അപേക്ഷ എഴുതാനിരിക്കല്ലയോ? ഒരു വരുമാന സർട്ടിഫിക്കറ്റിലുള്ള അപേക്ഷ എഴുതാൻ നിനക്ക് അറിയത്തില്ലയോ? അതോ നിന്നെ ഞാൻ ആരെങ്കിലും പഠിപ്പിക്കണോ? ചേട്ടന് ഇപ്പൊ എന്താ വേണ്ടത്? 10 സെന്റ് സ്ഥലവും ഒരു വീടും അത്യാവശ്യം ജീവിക്കാനുള്ള കാശും തരാൻ ഒക്കുവാ നിനക്ക്? ഒക്കുവാടാ? ഇത് വലിയ ശല്യം. എവിടുന്ന് വില കുറഞ്ഞ പുല്ലൊക്കെ മേടിച്ച് അടിച്ചോണ്ട് വന്നിട്ട് മനുഷ്യൻ ജോലി ഉണ്ടാക്കാവണം. ആണെങ്കിൽ നീ എന്നെ കല്യാണം കഴിപ്പിച്ച് കൂടെ പൊറപ്പിക്കൂ? നീ ആരാടാ? അപേക്ഷ എഴുത്തുകാരുടെ യൂണിയൻ പ്രസിഡന്റോ? അവിടെ അവിടെ ഇരുന്ന് ജോലി ചെയ്യടാ. ചേട്ടായി, മനുഷ്യനെ പണി ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കല്ലേ? എടാ കുഞ്ഞൻ, നിനക്കൊരു പണി തരാമെന്നതല്ലേ ഞാൻ, അല്ലാതെ തടസ്സപ്പെടുത്താൻ വന്നതല്ല. എനിക്കൊരു വരുമാന സർട്ടിഫിക്കറ്റ് വേണം. നിർദ്ദിഷ്ട ഫോറത്തിൽ അപേക്ഷിക്കണം. എന്തോന്ന്? നിർദ്ദിഷ്ട ഫോറത്തിൽ അപേക്ഷിക്കണം. എടാ കുഞ്ഞാണ് മലയാളത്തിൽ പറ. ഓ എന്റെ പൊന്നു ചേട്ടാ, വരുമാന സർട്ടിഫിക്കറ്റിനുള്ള പ്രത്യേക ഫോറം ഉണ്ടെന്ന്. ഓ എന്ന്? അതിന് ഞാൻ ചന്ദ്രനിൽ പോവെന്നും വേണ്ടല്ലോ, ഇവിടെ തന്നെ കിട്ടാതില്ലയോ? ആ കിട്ടും കിട്ടും. ഈ ഫോറത്തിന് ഫീസ് തരണം. അപ്പൊ അപേക്ഷ എഴുന്നതിന് വേണ്ടായോ? എടാ കുഞ്ഞെ, രണ്ടും കൂടെ ഒന്നിച്ചു തരാം. ഡിസ്കൗണ്ട് ഒന്നും വേണ്ട എനിക്ക്, ഡിസ്കൗണ്ടേ വേണ്ട. എന്തുമല്ല റേഷൻ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഈ ആഴ്ചത്തെ അരി മണ്ണെണ്ണയൊക്കെ മേടിച്ചതാ. നീ എനിക്ക് റേഷൻ തരണ്ട, അപേക്ഷ എഴുതി തന്നാ മതി. അയ്യോ, വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ റേഷൻ കാർഡ് കാണിക്കണം. അത് വില്ലേജ് ഓഫീസറെ കാണിച്ചാ പോരെ? എനിക്ക് അപേക്ഷ എഴുതണോ? ആ ചോദിച്ചാ മതി, ഞാൻ പറഞ്ഞു തരും. അല്ല നിനക്ക് കണ്ടെഴുതിയ ശീലമുള്ളോ? ഇന്നത്തെ നല്ല കണിയായതായാലും ആ മോഹനൻ നായരെ കണിയേണ്ടത്. അപ്പോഴേ എനിക്കറിയാം ആവശ്യമില്ലാത്ത കുരിശൊക്കെ വന്ന് തലയിൽ കയറും. ആ എന്താ പേര്? സദ്ഗുണൻ. അയ്യോ, ആ ഗുണമൊക്കെ ഞാൻ കണ്ടോണ്ടിരിക്കുക. ചേട്ടാ വിടുവാ പറയാതെ പേര് പറ. സദ്ഗുണൻ. ബുദ്ധിയുള്ള മാതാപിതാക്കൾ അങ്ങനെ അർത്ഥമുള്ള പേരിടും. സദ്ഗുണൻ. എന്താ മക്കളെ, ഈ 60 വയസ്സ് കഴിഞ്ഞവർക്ക് എന്തൊക്കെയോ കൊടുക്കാൻ പോവാന്ന് ധനകാര്യമന്ത്രി TV പറയുന്നത് കേട്ടു. ധനകാര്യമന്ത്രിക്ക് 80 കഴിഞ്ഞു, അങ്ങനെ 60 കഴിഞ്ഞവർക്ക് എന്ത് കൊടുക്കുമല്ലോ? ആവതില്ലാത്ത വൃദ്ധരെ സഹായിക്കാൻ എന്തൊക്കെയോ നടപടിക്രമങ്ങൾ ഉണ്ടെന്നാ പറഞ്ഞത്. 85ഉം 90ഉം കഴിഞ്ഞവര് രാജ്യം ഭരിച്ചോണ്ടിരുന്ന 60 കഴിഞ്ഞവരെ സഹായിക്കാൻ പോകുന്നത്. ഭരിക്കുന്നവർക്ക് പ്രായം ഒരു പ്രശ്നമല്ല മക്കളെ. പക്ഷെ അവരുടെ ഭരണം കൊണ്ട് വീട്ടിലിരുന്ന് ചക്രശ്വാസം വലിക്കുന്ന നമുക്ക് പ്രായം ഒരു പ്രശ്നമാ. മക്കളെ, ഈ അപേക്ഷ എഴുതുന്നത് എവിടാ? അമ്മച്ചി വരുമാന സർട്ടിഫിക്കറ്റ് പൂരിപ്പിച്ചിട്ട് പോരെ? എനിക്ക് ധൃതിയില്ല, നീ അമ്മച്ചിയെ പറഞ്ഞൂടെ? വാർദ്ധക്യ പെൻഷൻ ആണോ അമ്മച്ചി ഉദ്ദേശിക്കുന്നത്? ക്ഷേമ പെൻഷൻ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ അമ്മച്ചിക്ക്? എന്ന് വെച്ചാൽ എന്തോന്നാ മക്കളെ? അതായത് ഈ കർഷക തൊഴിലാളി പെൻഷൻ, വിധവാ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ കിട്ടുന്നുണ്ടോ? അങ്ങനെ ഒന്നും കിട്ടുന്നില്ല എന്റെ കുഞ്ഞെ. അതൊക്കെ പഞ്ചായത്ത് മെമ്പർമാരെ അവർക്ക് സൗകര്യമുള്ളവർക്ക് കൊടുത്തോണ്ടിരിക്കല്ലേ. മന്ത്രിമാര് TV-യിൽ എന്തോ പറഞ്ഞതും കേട്ട് ഇറങ്ങിത്തിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ അമ്മച്ചി? 2012 ലോകം അവസാനിക്കും എന്ന് പറയുന്നത് പോലെ ശുദ്ധ മണ്ടത്തരങ്ങളാ അതൊക്കെ. ഓ, ഇവിടെ നിന്നിട്ടു അപേക്ഷ എഴുതി കൊടുത്തിട്ടു ഒരു കാര്യമില്ലെന്നാണോ മക്കള് പറയുന്നത്? അമ്മച്ചി വാർഡ് മെമ്പർ പോയത് കാണാം. വാർഡ് മെമ്പർ പണ്ടെന്റെ മോടെ പിന്നാലെ നടന്ന് കന്നത്തരം പറഞ്ഞേന് മമ്മട്ടിയുടെ കൈക്ക് അവന്റെ മൂത്തുകത്തൊന്ന് കൊടുത്തതാ. നമ്മളറിഞ്ഞോ കൊള്ളുകേലാത്തവന്മാരൊക്കെ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ചു വരുമെന്ന്. അപ്പൊ ആ വഴിക്ക് പോയിട്ടും കാര്യമൊന്നുമില്ല. എടാ കുഞ്ഞേ, ഒരു പെങ്കൊച്ച് കുറെ നേരമായി ഇവിടെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നു. എന്തോ അപേക്ഷ എഴുതാനാ. വിദ്യാഭ്യാസമുള്ളവര് തന്നെ എഴുതും. തന്നെ പോലുള്ള വിവരക്കേടുകളാ ഞങ്ങളെ അടുത്ത് വന്ന് എഴുതിക്കുന്നത്. എന്റെ മോൻ B.Com വരെ പഠിച്ചതാ. അവനോട് ഞാനൊരു അപേക്ഷ എഴുതി തരാൻ പറഞ്ഞപ്പോ പറഞ്ഞു അപേക്ഷ എഴുതാനല്ല പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കുന്നതെന്ന്. എങ്ങനുണ്ട്? പാറ്റാൻ പോയെന്ന് പറഞ്ഞു ഒരുത്തനും സാമാന്യ ബുദ്ധി ഉണ്ടാവണമെന്നില്ല. എടാ കുഞ്ഞേ, ആ പെൺകൊച്ചി ഇവിടെ തന്നെ കറങ്ങിയിരിക്കുന്നു. എന്തോ ഉടായിപ്പ. അല്ല, ഇനി വല്ല രജിസ്റ്റർ കല്യാണം നടത്താനോ മറ്റോ പറഞ്ഞതാന്നോടാ? അതൊക്കെ ഈ ആഫീസിലുണ്ടോ മക്കളെ? ഈ കിളവി ഇതുവരെ പോയി. അമ്മച്ചി ഹജൂർ കച്ചേരി കേട്ടിട്ടുണ്ടോ? നീ പറഞ്ഞാ മതി, അമ്മച്ചി കേട്ടോളൂ. എല്ലാ ആഫീസും ഒരു കെട്ടിടത്തിനകത്തുണ്ട്. അപ്പൊ അങ്ങോട്ട് ഒന്ന് അന്വേഷിക്കുന്നല്ലേ. ഹലോ, ഈ വരുമാന സർട്ടിഫിക്കറ്റ് പൂരിപ്പിക്കട്ടെ. ഇവിടെ കിടന്ന് മനുഷ്യരെ ശല്യപ്പെടുത്താതെ. എന്തോ വല്ലാത്ത ഒരു മനപ്രയാസം ഇവിടെ. അകത്തോട്ട് എന്ന പുള്ളി അലസനായി തുടങ്ങി. തിളച്ച് നിക്കണ്ടേ? എന്നാ അപേക്ഷ പൂരിപ്പിച്ച് വെച്ചേക്കണം.
ഞാൻ പോയി ക്യൂ നിന്ന് ഒരു അര കുപ്പി വാങ്ങിച്ചോണ്ട് വരാം. വൈകിട്ടെന്താ പരിപാടി അല്ലേ? പിന്നെ സൗകര്യം ഉണ്ടെങ്കിൽ അപേക്ഷയിൽ ഒരു ഒപ്പിട്ട് വില്ലേജ് ഓഫീസർക്ക് കൊടുക്കണം. ഞാൻ വരാൻ വൈകിയ ഗണപതിയുടെ ഒരു വട്ടം ഒരു കുത്ത് ഒപ്പം അത്രയും മതി. അതെന്റെ പണിയല്ല. ഓ പിന്നെ ഞാനിവിടെ കളക്ടർ ഉദ്യോഗം ചെയ്യോ? എഴുതടാ, ഇപ്പൊ വരും. കുഞ്ഞേ, നീ കുറെ നേരമായി ഇവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റി? എനിക്കൊരു പരാതി എഴുതണം. ആർക്കാ എന്താ കാര്യം? ആർക്കാ കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ആർക്കെതിരെ കൊടുക്കേണ്ടത്? അത് പിന്നെ എന്റെ അച്ഛനെതിരെ. അച്ഛനെതിരെ എന്തു പരാതിയെ കൊടുക്കേണ്ടത്? പുറത്തു പറയാൻ പറ്റാത്തതായിരിക്കൂടെ. കുഞ്ഞേ, നീ പള്ളിക്കൂടത്തിൽ പഠിച്ചല്ലേ, തന്നെത്താൻ എഴുതി കൊടുക്ക്. കഴിയുന്നതും അവനവന്റെ പൊള്ളുന്ന സത്യങ്ങൾ മറ്റുള്ളവരോട് പറയാതിരിക്കുന്നതാ നല്ലത്. ആർക്കാ ഞാൻ പരാതി കൊടുക്കേണ്ടത്? അച്ഛൻ എന്ത് ചെയ്തെന്നാ? കൊറേ ദിവസമായിട്ട് അച്ഛന് വല്ലാത്ത മാറ്റം ഞാൻ കണ്ട അനുഭവിച്ച അച്ഛനല്ല ഇപ്പോ. ഉപദ്രവിക്കൂ? എന്നെ ഉപദ്രവിക്കില്ല അമ്മേ, പക്ഷേ എന്നെ. നീ പോലീസിലൊരു പരാതി എഴുതിക്കൊടു. പോലീസുകാർ എന്റെ അച്ഛനെ ഉപദ്രവിക്കില്ലേ? പിന്നെ പരാതി കിട്ടിയാ പോലീസുകാർ ഉപദ്രവിക്കാതെ ഉമ്മ വയ്ക്കും. സർക്കിളിൽ ഒരു പരാതി കൊടുക്കുക. അദ്ദേഹം അമ്മ വിളിച്ച് കാര്യമായിട്ട് അന്വേഷിക്കും. അവസാന കൈക്ക് മാത്രമേ ശാസിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യത്തുള്ളൂ. ഉപദേശിച്ചാ മതി. അങ്ങനെയാണെങ്കിൽ മക്കളെങ്കിലും പള്ളിയിലച്ചന്മാരെ അടുത്ത് ഒന്ന് പരാതി കൊടു. അവിടെ ആകുമ്പോ കാര്യമായിട്ട് ഉപദേശിക്കും. എടാ, സർക്കിളിൽ ഒരു പരാതി എഴുതിക്കൊടുക. ഒരാള് വന്ന ജോലി തീർത്ത് പറഞ്ഞുവിടാൻ അറിയത്തില്ല. എന്താ പേര്? ഉണ്ണി. ഉണ്ണിമോളെന്ന് അച്ഛൻ വിളിക്കുക. വീട്ടുപേര്? ഉണ്ണി നിവാസ്. അച്ഛന്റെ പേരെന്താ? ബോംബെ വാല. അതെന്താ പേരാ? ഈ കാബൂളി വാല എന്നൊക്കെ പറയുന്നത് പോലെ. അച്ഛനെ എല്ലാരും അങ്ങനെ വിളിക്കുന്നത്, ബോംബെ വാല. അച്ഛന്റെ യഥാർത്ഥ പേരെന്താ? കുഞ്ഞേ, നീ പള്ളിക്കൂടത്തിൽ പഠിച്ചതല്ലേ, സർട്ടിഫിക്കറ്റ് ബുക്കിന് നിന്റെ അച്ഛന്റെ പേരെന്താ? സർട്ടിഫിക്കറ്റിലെല്ലാം ഗാർഡിയന്റെ സ്ഥാനത്ത് അമ്മയുടെ പേരാ എഴുതിയിരിക്കുന്നത്. അമ്മ എന്താ അച്ഛനെ വിളിക്കുന്നത്? അത് പിന്നെ ബോംബെ. 10-25 വർഷം വളർത്തിയ അച്ഛന്റെ പേര് മോക്ക് അറിയത്തില്ല. അച്ഛനെതിരെ പരാതി കൊടുക്കാമെന്ന് നിൽക്കുക. സത്യത്തിൽ നിനക്കെതിരെയാ പരാതി കൊടുക്കല്ലോ. അച്ഛന്റെ പേര് ബോംബെ വാല. അല്ല, ഒരിക്കലും ആയിരിക്കില്ല മക്കളെ നിന്റെ അച്ഛന്റെ പേര്. എടാ, എന്റെ അപേക്ഷ എഴുതടാ. BPL കാർഡാ, കൂട്ടിക്കോണം. 1 രൂപയ്ക്ക് അരി കിട്ടേണ്ടതാ. ഇനി ഒരു പൈൻ്റ് അടിച്ചാലും തല വരിക്കത്തില്ല. മനുഷ്യന്റെ മനസമാധാനം കളയാൻ വേണ്ടി ഓരോന്ന് വന്ന് കേറിക്കോളും. ഈശ്വര, നമ്മളൊക്കെ മക്കളെ വളർത്തുന്നതല്ലേ. അച്ഛന്റെ പേര് എനിക്ക് അറിയില്ല. ബോംബെ വാല എന്നാ എല്ലാരും വിളിക്കുന്നത്. ആരെങ്കിലും ഒരാൾ മറിച്ച് എന്തെങ്കിലും വിളിക്കണ്ടേ? അല്ലാതെ ഞാൻ എങ്ങനെ അറിയാം? എടാ, നീ അങ്ങനെ വെച്ചൊരു പരാതി എഴുതടാ. ബോംബെ വാലയുടെ യഥാർത്ഥ പേരുൾപ്പെടെ പോലീസുകാർ കണ്ടുപിടിക്കട്ടെ. ഇരിക്കൂ, പറഞ്ഞോളൂ. അടിച്ചിറ താലൂക്കിൽ അടിച്ചിറ വില്ലേജിൽ മേപ്പടി മുറിയിൽ ചങ്ങനാശ്ശേരി നടരാജൻ റോഡിൽ ഉണ്ണി നിവാസിൽ ബോംബെ വാല എന്ന് വിളിക്കപ്പെടുന്ന ആളിന്റെ മകൾ ഉണ്ണി 25 വയസ്സ് ബോധിപ്പിക്കുന്ന പരാതി. മഞ്ഞു പെയ്യുന്ന മനസ്സ്. നാടകരചന ഫ്രാൻസിസ് ടി മാവേലിക്കര. ഗാനങ്ങൾ രാജീവ് ആലുങ്കൽ. സംഗീത സംവിധാനം ആലപ്പി വിവേകാനന്ദൻ. ആലാപനം ജോസാഗർ, ശുഭ രഘുനാഥ്, വീണ. റെക്കോർഡിംഗ് റജി, ശ്രീരാഗ് ഡിജിറ്റൽ, കരുനാഗപ്പള്ളി. രംഗപടം കലാരത്ന സുജാതൻ. ചീഫ് കോർഡിനേറ്റർ സെയ്ദ് ഇസ്മയിൽ. ദീപസംവിധാനം ജയേഷ് കവിത. സഹസംവിധാനം പോൾ മാത്യു. നിർമ്മാണ നിർവഹണം KN വാസുദേവ്. അവതരണം കൊല്ലം അനശ്വര. സംവിധാനം വത്സൻ നിസരി. ആരും കൊതിച്ചു പോകുന്ന ഒരു ചെറിയ ജീവിതമായിരുന്നു ഞങ്ങളുടേത്. എൻ്റെ അച്ഛൻ ബോംബെ വാല, അമ്മ സുഭദ്ര. അവർക്ക് രണ്ടിനുമായി ഞാനൊരൊറ്റ മകൾ. BSc മാത്സിന് എനിക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ദിവസം.
മുല്ലപ്പൂം കാറ്റേ മായാവി കാറ്റേ മുത്താരം മുത്താതെ മഞ്ഞു പെയ്യുന്ന മനസ്സിനുള്ളിൽ മറഞ്ഞു നിൽക്കാതെ മറഞ്ഞു നിൽക്കാതെ ഉള്ളിലെ ഊഞ്ഞാലിൽ ആടാമോ ഉമ്മ തരാനായി പോരാമോ വല്ലി നിലാവിൽ വള്ളിക്കുടിലിൽ എന്നോടൊത്തുമയങ്ങാമോ എന്നോടൊത്തുമയങ്ങാമോ മിന്ന മിന്നി നിന്നോടിന്നലെ ചൊല്ലി ഞാൻ മെല്ലെ മിന്ന മിന്നി നിന്നോടിന്നലെ ചൊല്ലി ഞാൻ മെല്ലെ തെന്നി പറക്കുന്ന എന്റെ മനസ്സിലെ ഇത്തിരി മോഹങ്ങൾ പുള്ളിച്ചിറകുള്ള തുമ്പി പുള്ളിച്ചിറകുള്ള തുമ്പി നമ്മൾ കണ്ട നാൾ തൊട്ടേ ഇന്നോളം തോന്നാത്തൊരിഷ്ടം ഞാൻ വല്ലാതെ മോഹിച്ചൊരിഷ്ടം ഞാൻ വല്ലാതെ മോഹിച്ചൊരിഷ്ടം എനിക്ക് ഇതേവരെ ആരോടും പങ്കുവെക്കാത്ത ഒരു രഹസ്യമുണ്ട്. ഈശ്വരനും എനിക്കും പിന്നെ അയാൾക്കും മാത്രം അറിയാവുന്ന രഹസ്യം. ഇനി റാങ്ക് കിട്ടിയ സന്തോഷത്തിന്റെ ധൈര്യത്തിൽ അത് അച്ഛനോട് പറഞ്ഞാലോ? അയാൾ ആരാണെന്നായിരിക്കും. അയാൾ പിന്നെ തന്റെ കാര്യം പറയായിരുന്നു ഞാൻ. ആരോട്? റാങ്ക് കിട്ടിയതിന്റെ സന്തോഷം ഈ കണ്ണുകളിൽ കിടന്ന് തുള്ളി കളിക്കുക. ഇയാൾ എനിക്ക് എന്താ സമ്മാനം തരിക? എന്താ വേണ്ടത്? അച്ഛനും അമ്മയും തരുന്നതിനേക്കാളും മറ്റാരും തരുന്നതിനേക്കാളും പ്രിയപ്പെട്ടതാവുക മുകുന്ദൻ തരുന്ന സമ്മാനമാകും. അയ്യോ, എന്റെ ഒന്നുമില്ല, സ്നേഹമല്ലാതെ. അതിനേക്കാൾ വലുതായി എന്താണോ ഈ ലോകത്തുള്ളത്? എന്താ ഇവിടെ അച്ഛാ, അവൾക്കാ കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക്. കണക്കായി പോയി. അങ്ങനെ പഠിക്കാൻ പിടിക്കുള്ള കുട്ടികള് അതൊക്കെ അറിഞ്ഞാലെങ്കിലും ഒരു ഉത്തരവാദിത്തം വേണ്ട കുട്ടി നിനക്ക്. സിവിൽ സർവീസ് പരീക്ഷ 3 തവണ എഴുതി. ഈശ്വര, തുടങ്ങി. എനിക്ക് വേണ്ടി അല്ല പറയുന്നത്, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാ. എന്റെ ഒരു സഹോദരൻ ഗുജറാത്ത് കേരള IPS കാരനാ, ഇപ്പൊ ADGP. സഹോദരി ഭർത്താവ് IAS കാരനാ, ഒരു സഹോദരി IFS കാരി. ഇവരുടെയൊക്കെ മക്കള് വിദ്യാഭ്യാസം കൊണ്ടും സാമ്പത്തിക അവസ്ഥ കൊണ്ടും വളരെ മുന്നിലാ. ഞാനോ സർക്കാർ സർവീസിലെ വെറും ഒരു പ്യൂണായി സർവീസിൽ കയറി പ്യൂണായി റിട്ടയർഡായി. ഇത് വല്ലത് എന്റെ കുഴപ്പം കൊണ്ടാണോ അച്ഛാ സംഭവിച്ചത്? മുകുന്ദറാവു, ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ 5 മക്കളായിരുന്നു. ഞാനൊഴികെ ബാക്കി 4 പേരും പഠിക്കാൻ കേമന്മാർ. ഞാനോ 10 പോലും പാസ്സായില്ല. റാവു കുടുംബത്തിന്റെ മാനക്കേടാ സനാതൻ റാവു എന്ന് എല്ലാവരും പറഞ്ഞു. കുടുംബയോഗം വിളിച്ചപ്പോ പോയോ നീ? അച്ഛനും പോയില്ലല്ലോ. പണവും പദവിയും ഉള്ളവർ പത്രാസ് കാണിക്കാൻ വരുന്നിടത്തൊരു പ്യൂൺ. സത്യം പറഞ്ഞ മക്കളെ, അപകർഷതാബോധം കൊണ്ടാ പോവാഞ്ഞേ. അതുകൊണ്ട് തന്നെ ഞാനും പോകാതിരുന്നത്. അതൊക്കെ മാറ്റേണ്ടത് ആരാ? എന്റെ മോൻ. നീ സിവിൽ സർവീസ് പരീക്ഷ എഴുതി IAS കാരനാകണം. അച്ഛാ, ഞാൻ 2 തവണ എഴുതി പരാജയപ്പെട്ടിട്ടാണ് ഇപ്പൊ 3ാമത് എഴുതി നിൽക്കുന്നത്. ഇക്കുറി എന്റെ മോന് കിട്ടും, അച്ഛന് ഉറപ്പാടാ. ഈശ്വര, നമ്മുടെ കുടുംബത്തിന് മുന്നിൽ ഇങ്ങനൊരു വീട് വന്നത് എങ്ങനെയാ? അതൊക്കെ പഴയ കഥയല്ലേ അച്ഛാ. പഴയതൊക്കെ തിരുത്തേണ്ടത് ആരാ? നീ. നിന്റെ അമ്മയ്ക്ക് സുഖമില്ല വന്നപ്പോ പണമുള്ള ബന്ധുക്കളെല്ലാം വീട്ടിൽ പോയി ഞാൻ കൈനീട്ടി, കരഞ്ഞു. ആരും സഹായിച്ചില്ല. പണവും പദവിയും ഇല്ലാത്തവൻ ആരും മൈൻഡ് ചെയ്തില്ല. അവസാനം അവരെ ചികിത്സിക്കാൻ വേണ്ടി വീടിന് മുന്നിൽ ഇത്രയും സ്ഥലം വിൽക്കേണ്ടി വന്നു. അത് ആർക്കാ കൊടുത്തത്? വൃത്തികെട്ട ആൾക്കാർക്ക്.
ഒച്ച പതുക്കെ, അവരൊക്കെ കേൾക്കും. ഇത് തിരിച്ചു വാങ്ങണം. നീ IAS കാരനാകണം. എന്നിട്ട് സമൂഹത്തിന്റെ കുടുംബത്തിന്റെ മുന്നിൽ ഈ സനാതന റാവുവിന് തല ഉയർത്തി പിടിച്ചു നിൽക്കണം. അച്ചരിത്തരം മനോഹരമായ സ്വപ്നങ്ങൾ കാണുമ്പോഴാ എന്റെ പൊന്നുമോനെ ഇവിടെ വന്ന് ഈ പെണ്ണിനോട് എടാ BScക്ക് റാങ്ക് കിട്ടുന്നത് അത്ര വലിയ കാര്യമൊന്നും അല്ല. എനിക്ക് കിട്ടിയില്ല. 1 മാർക്കിനാ നിനക്ക് തേർഡ് റാങ്ക് നഷ്ടപ്പെട്ടത്. മക്കളെ, നമ്മൾ ആരാ? റാവുമാരാ. മുത്തച്ഛന്റെ അടിയന്തരത്തിന് പോയപ്പോ നീ സുശീലമാമിയുടെ മോളെ കണ്ടില്ലേ? മാളവിക. നിന്നെ ഉറപ്പണ്ട, നിനക്ക് IAS കിട്ടിയല്ല അവര് ഇവിടെ വരും. നിന്നെ ചോദിച്ച് വരണം. അത് അച്ഛന്റെ ആഗ്രഹമാ. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? എനിക്ക് അത്തരം നിർബന്ധങ്ങളൊന്നുമില്ല. എനിക്കുണ്ട്. ഒരു വലിയ കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോയവന് ഭാര്യയെ ചികിത്സിക്കാൻ വേണ്ടി വീടിന് മുന്നിൽ സ്ഥലം വിൽക്കേണ്ടി വന്നൊരു ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ടാവും. മക്കളെ, നമ്മളൊരു സ്വപ്നം കാണുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ ഈശ്വരന് സാധിച്ചു തരും. മക്കളെ, ഈശ്വര. ചങ്ങനാശ്ശേരി നടരാജ റോഡ്. ഓ, അത് ശരി, അത് ശരി. അഹങ്കാരം കൊണ്ടല്ല കേട്ടോ, അക്ഷരം അറിയാൻ മേലാഞ്ഞിട്ടാ. ഈ സനാതന റാവു എന്ന് പറയുന്ന ആള് ഞാനാ. അയ്യോ അളിയാ, അയ്യോ അളിയൻ ആകെ അങ്ങ് കറുത്തു, പൊക്കമൊക്കെ പോയി. എന്ത് പറ്റി അളിയാ? മഞ്ഞോ പിടിച്ചു. നിങ്ങൾ ആരാ? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. സാധു, സാധു ജീവി. എന്ത് പറ്റിയ? അല്ല, ഇനി എന്നെ കണ്ടപ്പോ അളിയന്റെ ദേഹത്തുനിന്ന് വല്ല ബാധകളോ മറ്റോ ഒഴിഞ്ഞു പോയതാണോടാ? നിങ്ങൾ ആരാ? അതിനു മുമ്പ് ആദ്യം ഈ സാധനത്തിന്റെ അവസ്ഥ എന്താണെന്ന് നോക്ക്. ബോധം പോയതാ. ബോധം പോയതാണോ ജീവൻ പോയതാണോ മക്കളെ? ബോധം പോയതാണെങ്കിൽ അത് പോകാൻ മാത്രമില്ലായിരുന്നു നിന്റെ അച്ഛന് ഞാൻ പരിചയപ്പെടുന്ന കാലത്ത്. ഉണ്ണിയുടെ അമ്മേ, ഇത്തിരി വെള്ളം എടുക്കണം. ആ, എനിക്ക് കടുപ്പത്തിലൊരു ചായ. നിന്ന് നിൽപ്പ ഇങ്ങനെ ബോധം പോകേണ്ട കാര്യമല്ല. അത് എന്നെ കണ്ട സന്തോഷം കൊണ്ടാണ്. അയ്യോ, എന്ത് പറ്റി മക്കളെ? അച്ഛൻ നിന്ന് നിൽപ്പി ബോധം കെട്ടു വീണു. ആശുപത്രി മറ്റു കൊണ്ടുപോകണം. ഏയ്, അതൊന്നും വേണ്ട. അത് എന്നെ കണ്ട സന്തോഷം കൊണ്ടാ. അച്ഛ, എന്ത് പറ്റിയ? അളിയ, ഇനിയും സന്തോഷിക്കരുത്, ബോധം പോവും. ആരാ ഇത്? ഞാൻ സാധു ജീവി. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഞാൻ വിചാരിച്ചതോ കാശുള്ളവന്റെ ശവം മോർച്ചറിയിൽ എഴുന്നേറ്റ് വന്നാണ്. മൂക്കി പഞ്ഞിയില്ലെന്നുള്ള ഒറ്റ കുറവേ ഉള്ളൂ. ചേടാ, മനുഷ്യന് മാന്യമായി വേഷം ധരിച്ച് നടക്കാൻ ഒക്കത്തില്ലെന്ന് വെച്ചാൽ എന്തു ചെയ്യും? നിനക്ക് മനസ്സിലായോ അവനെ? ഇല്ല. നിന്റെ അമ്മാവനാ. അമ്മയുടെ ആങ്ങള. അനിയനെ കണ്ടപ്പോഴെന്തിനാ ബോധം കെട്ടത്? പേര് കേട്ട ബോധം കെട്ട ദിനമാ മുന്നിൽ വന്ന് നിൽക്കുന്നത്. പിന്നെ സാധുജീവി എന്ന് പറഞ്ഞതോ? ഗോപാല വിനായക സാധു, അതാണ് എന്റെ മുഴുവൻ പേര്. ഇനിഷ്യലുകൾ പേരിനൊടുവിൽ ചേർത്ത് സാധു ജീവി എന്നാക്കി. ഞങ്ങളുടെ പ്രമാണത്തിൽ ഒപ്പിട്ട് തരേണ്ട പുള്ളി ഇതാണോ? അതെ, അത് ഈ ജീവിതമല്ല. നിന്നെ ജന്മത്തിൽ ഞാൻ പ്രതീക്ഷിച്ചതല്ല കേട്ടോ. വരും ഓരോ ദശ വന്നതുപോലെ പോകും എന്നാണല്ലോ. പോകത്തില്ലളിയ ഉടനെ എങ്ങും എന്നുമാണല്ലോ. പോകത്തില്ലളിയ, ഇനി നാട്ടിൽ കുറെ കാലം നിങ്ങളോടൊത്ത് സുഖമായി ജീവിക്കണമെന്നൊരാഗ്രഹം. ഇവൻ 5 വയസ്സുള്ളപ്പോ നാട് വിട്ടു പോയതാണല്ലോ ഞാൻ. ഓർമ്മയുണ്ടോടാ നിനക്ക്? എനിക്ക് ഓർമ്മയില്ല. ഭാഗ്യത്തിന് നിന്റെ പേര് പോലും ഞങ്ങൾ ആരും പറയത്തില്ലായിരുന്നു. പെങ്ങള് മരിച്ചുപോയി, അറിഞ്ഞോ? മരിച്ചോ? അറിയിക്കാതെ ഞാനെങ്ങനെ അറിയും? അഡ്രസ് ഇല്ലായിരുന്നു. 12 വർഷം കഴിഞ്ഞു. 12 വർഷം. ഓ, അന്ന് ഞാൻ ഹൈദരാബാദ് സെൻട്രൽ ജയിലിൽ കിടക്കുകയായിരുന്നു. നരസിംഹറാവുവിന്റെ അളിയിലാണെന്ന് പറഞ്ഞ ആളുകളെ കളിപ്പിച്ചതിന്. ആളെ മനസ്സിലായല്ലോ. ബുദ്ധി കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളാ. അമ്മാവൻ ഇപ്പോഴെവിടുന്ന വരുന്നത്? തിഹാർ ജയിലിൽ നിന്ന്. ഈ കനിമൊഴി ഉൾപ്പെടെ വൻ പുള്ളികൾ എന്റെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. സാധുജീവി മൂന്നന്റെ അമ്മാവനാ, അമ്മയുടെ ആങ്ങള. അമ്മാവന്മാർക്ക് വേണ്ടി കരുതി വെച്ചേക്കുന്നതാണോ? റാങ്ക് കിട്ടി. എവിടെ കൊണ്ടുവച്ചേക്കുന്നു? ഓ, ഈ കുട്ടിക്ക് BScക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി. അതിനാ മധുരം. ഓ, താങ്ക്സ്. ഇതേത് കുട്ടി? ഇതേത് കുട്ടി? അയ്യോ, ഈ വീട് എങ്ങനെ ഇവിടെ വന്നു? ദൈവമേ, ഈ മതിലൂടെ എങ്ങനെ വന്നു? അളിയാ, പെങ്ങൾക്ക് ക്യാൻസർ ആയിരുന്നു. എന്നെ കൊണ്ടാവും ഇതൊക്കെ ചികിത്സിപ്പിച്ചു. ഒരു ഇഞ്ചക്ഷനെ അന്നത്തെ കാലത്ത് 30,000 രൂപ. 10 എണ്ണം എടുക്കണമെന്ന് പറഞ്ഞു. വീടിന് മുന്നിൽ എത്രയും സ്ഥലം വിൽക്കേണ്ടി വന്നു. ഒപ്പിടാൻ ഒരു അവകാശി ബാക്കിയുള്ളപ്പോ വിശ്വസിച്ച് വസ്തു വാങ്ങിക്കാൻ ഇവർ മാത്രമേ തയ്യാറായുള്ളൂ. ഇവിടെ ഇങ്ങനെ ഒരു മതിൽ അത് വേണ്ടായിരുന്നു. അതൊക്കെ പൊളിക്കാം. ഒക്കെ വഴിയുണ്ട്. അച്ഛനെ കണ്ടില്ലല്ലോ മക്കളെ. മോക്ക് റാങ്ക് കിട്ടുന്നൊക്കെ അറിഞ്ഞോ? മുകുന്ദാൻ പോയി പറഞ്ഞു. വാ മക്കളെ, കോടീശ്വരൻ ഇപ്പൊ തുടങ്ങും. വാ. അയ്യോ, ഈ വീട്ടിനകത്തേത് കോടീശ്വരൻ. ഓ, കോടീശ്വരൻ ദേ പോയി ഇതാ വന്നു. ഷോർട്ട് ബ്രേക്ക്. അളിയാ,
ഈ ഇട്ടേക്കുന്നതൊക്കെ ഒന്ന് മാറ്റണം. ഇതിനകത്ത് ആവശ്യത്തിന് ഡ്രസ്സൊക്കെ ഇല്ലടാ. ഇതിനകത്ത് ആവശ്യത്തിന് ഡ്രസ് ഉണ്ട്, പക്ഷെ അതൊന്നും എനിക്കിടാൻ പറ്റിയതല്ല. എന്തിനാടാ ഇത് മരിച്ചോണ്ട് നടക്കുന്നത്? ഡൽഹിയിൽ നിന്ന് കേരള എക്സ്പ്രസ് കയറിയതാ അളിയാ. ഫസ്റ്റ് ക്ലാസ് AC-യിൽ ഒരു ദമ്പതികൾ 4 മല്ലിച്ചാക്ക് ചേർത്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലൊരു സ്ത്രീ. മിനിമം ഒരു 1/2 ടൺ ഭാരം കാണും. ഭർത്താവ് എന്റെ കൂട്ട് മെലിഞ്ഞ് സുന്ദരൻ. അല്ല, ഇനി ഭാര്യയെ കണ്ട് പേടിച്ച് മെലിഞ്ഞു പോയതാകാൻ സാധ്യതയുണ്ട്. പുള്ളിക്കാരൻ വലിച്ചുകൊണ്ട് നടന്ന പെട്ടിയാ. മിനിമം ഒരു 6 മാസം സുഖമായി ജീവിക്കാനുള്ള വകുപ്പ് ഇതിൽ കാണുമെന്ന് ഞാൻ കണ്ടപ്പോഴേ കണക്ക് കൂട്ടി ഗവേഷണം നടത്തി അടിച്ചു മാറ്റിയതാ. തുറന്നു നോക്കിയപ്പോഴേ ഇട്ടേക്കുന്നതിലെ സൈസ് 2 ജോഡി. അയാളുടെ പെണ്ണും പിള്ളയുടെ 12 ബ്രേസിയർ, 24 ജട്ടി. അടിവസ്ത്രം മാത്രമല്ല, ഇക്കാലത്ത് ഒരുത്തരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. കോടീശ്വരന് ഒരു കൈവണ്ടി ഭാര്യയുടെ അണ്ടർ ഗാർമെന്റ്സ് വലിച്ചുകൊണ്ട് നടക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ബുദ്ധി പാഴായത് മിച്ചം. അതെ, ഇട്ടേക്കുന്നതിലെ 1 ജോഡിയുണ്ട്, അളിയന് തരാം. ഈ മകരമാസത്തിൽ മഞ്ഞു കൊള്ളാതിരിക്കാൻ ഇട്ടുകൊണ്ട് കിടക്കാം. ചുരുക്കി പറഞ്ഞ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതാ പോന്നേക്കുന്നത് അല്ലേ? പൊങ്ങച്ചം പറയുകയാണെന്ന് വിചാരിക്കരുത്. കെട്ടിയിട്ട് അടിച്ചാൽ മലവും മൂത്രം മാത്രമേ ബാക്കി ഉണ്ടാവൂ. അല്ല, ഈ വല്ലഭനെ പുല്ലുമായുധം എന്ന് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് നിനക്ക് പ്രയോജനമൊന്നുമില്ലല്ലോ. പെങ്ങള് ചത്തത് ഭാഗ്യം, ഇല്ലെങ്കിൽ ഗുണദോഷിച്ച് ശാസിച്ച് നമ്മുടെ ആഫീസ് പൂട്ടിയാൽ. അച്ഛൻ പറയാറില്ലേ സമയം ശരിയല്ല, ഇങ്ങനൊരു ബാധ്യത അത് ഈ സമയത്ത്. ഞാൻ പിന്നെ എവിടെ പോണമെന്നാണോ ഇയാൾ പറയുന്നത്? എനിക്ക് കൂടി അവകാശപ്പെട്ട വീടാ. പെങ്ങളെയും കെട്ടിച്ചെന്നൊരു വീടും താമസിക്കാൻ തന്നപ്പോ ഞാൻ പുറത്ത്. എനിക്ക് അവകാശപ്പെട്ട വസ്തു എന്റെ അനുവാദം കൂടാതെ വിറ്റു. എവിടെ നിന്റെ അനുവാദം വാങ്ങേണ്ടത്? മതി, ഇനി നിങ്ങൾ തമ്മിൽ തർക്കിച്ച് നാട്ടുകാരെ അറിയിക്കണമെന്ന്. ഇയാളുടെ മോനാണെങ്കിൽ അവൻ സ്നേഹമുള്ളവനാ. മക്കൾക്ക് കൊച്ചിലെ അമ്മാവൻ മൃത്യുഞ്ജയന്റെ കടയിൽ കൊണ്ടുപോയി മടക്ക സാ വാങ്ങിച്ചെന്ന് ഓർമ്മയുണ്ടോടാ? അതിനൊക്കെ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. അയ്യോ, എന്റെ പെട്ടി. മക്കളെ, ഇവിടെ അടുത്തെങ്ങാനും കടലിൽ പോണവരുണ്ടോടാ? എന്തിനാ? അല്ല, ഇതിനകത്ത് ബ്രേസിയർ മുറിച്ച് അവർക്ക് കൊടുത്ത് അവർ കുടയ്ക്ക് പകരം തലയിൽ വെച്ചോളും. വല്ലാത്ത സന്തോഷത്തില്ല. हमने तो प्यार में ऐसा काम कर लिया, प्यार की राह में अपना नाम कर लिया. हमने तो प्यार में ऐसा काम कर लिया, प्यार की राह में अपना नाम कर लिया, प्यार की राह में अपना नाम कर लिया. എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അച്ഛൻ വല്ലാത്ത സന്തോഷത്തില, ഒരു യുദ്ധം ജയിച്ച സന്തോഷത്തില. ഒരു വിജയം മാത്രമേ അച്ഛൻ സ്വപ്നം കണ്ടുള്ളൂ. നീ 1ാമതായി ജയിച്ച അച്ഛന്റെ സ്വപ്നങ്ങളെ ആകാശത്തോളം ഉയർത്തി. എടി, നമ്മുടെ മകൾക്ക് 1ാം റാങ്കെന്ന് നീ വിശ്വസിച്ചോ? കേട്ടപ്പോ അപ്പുറത്തെ കുട്ടി വന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. അവന്റെ ഒരു കമ്പ്യൂട്ടർ കടയിൽ കൊണ്ടു ചെന്ന് കമ്പ്യൂട്ടർ കുത്തിമോടെ പടം കാണിച്ചു. അച്ഛൻ വാങ്ങിയ ചുരിദാറാ, മോള് ഇട്ടോണ്ട് വാ, മുത്തതൊക്കെ ഇട്ട് വാടി, ഇന്നൊരു രസമുണ്ട്. ബോംബെ വാലയുടെ മകൾക്ക് 1ാം റാങ്ക്. आजकल तेरे मेरे प्यार के चर्चे हर ज़बान पर, सबको मालूम है और सबको खबर हो गई. ആരാ? അളിയൻ. അല്ല, അമ്മാവൻ. അല്ല, അത് പിന്നെ സാധു. എന്താ ഇവിടെ? മൂന്നന്റെ അമ്മാവന്. സനാതന റാവുവിന്റെ അളിയൻ സാധു. നമ്മുടെ പ്രമാണത്തിൽ ഒപ്പിട്ട് തരേണ്ട ഇദ്ദേഹം. അത് ശരി. ഇദ്ദേഹത്തിന്റെ പേരെന്താ? ബോംബെ വാല. എന്നിട്ട് എവിടെ ബാല? എവിടെ? കുറച്ചു ദിവസം ഇവിടെ കാണുമല്ലോ. ബാലയ്ക്ക് പിന്നാലെ ഞാൻ കാണിച്ചു തരാം. വെട്ടിനും പഠിച്ചിട്ടുണ്ടല്ലോ. ഇന്നത്തെ സന്തോഷത്തിന് ലേശം എങ്ങനെ കഴിക്കുവോ? ഓ, നിർബന്ധിച്ചാ. ഇന്നത്തെ ജീവിതത്തിൽ ഒരു പ്രധാന ദിവസമാ. സുഭദ്രേ, ചന്ദ്രാജി ഇന്നിവിടെ വരുമണോ? നമുക്കത് നടത്തണം. അല്ല, വെട്ടിരുമ്പിന്റെ കാര്യം വിട്ടുപോയി. അത്താഴം ഒരുമിച്ചാകാവിടോ? എന്താ വിരോധമുണ്ടോ? ഞാൻ ഹാപ്പിയായി. ഗ്രഹപ്രവേശം കഴിഞ്ഞു വരാം.
സുശീലൻ ദുബായില. ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. നമ്മുടെ മോൾക്ക് നന്നായി ചേരും. ആ കുട്ടി അടുത്ത മാസം വരും. ഞങ്ങൾ തങ്ങ് തീരുമാനിച്ചിടൂ. എങ്ങനെ, കുട്ടി ഇഷ്ടമായോ ഇയാൾക്ക്? കൊള്ളാം, നല്ല പൗരുഷമുള്ള മുഖം. മോക്കിഷ്ടാവും. നമ്മുടെ ഇഷ്ടമല്ലടോ അയാളുടെ ഇഷ്ടം. അല്ലാണ്ട് തന്നെ ജീവിച്ചതിനൊക്കെ ഒരു അർത്ഥമുണ്ടെന്നൊക്കെ ഇപ്പൊ തനിക്ക് തോന്നില്ലേ? തുടർന്ന് പഠിക്കണം നോക്കിയാ മോള് പറയുന്നത്. അതൊക്കെ കല്യാണ ശേഷം അവൻ തീരുമാനിക്കട്ടെ. മുതിർന്ന പെൺകുട്ടികളെ അധികം നിർത്തിക്കൂടാ. വയസ്സ് 25 കഴിഞ്ഞു കുട്ടിക്ക്. എന്താ, ശരിയല്ലേ? ഞങ്ങളുടെ രണ്ടാളിന്റെയും കാര്യം ഈ അച്ഛൻ അറിയുന്നത് പോലെ മറ്റാരറിയാ? കൊള്ളാം, ചുരിദാർ നന്നായിട്ടുണ്ട്. ചുരിദാർ നന്നായിട്ടുണ്ട്. എന്തിനാ ഇത്ര വിലയുള്ളതൊക്കെ? ഇതല്ല സമ്മാനം. സുഭദ്രേ, അതങ്ങോട്ട് കൊടുക്കണോ? കൊടുക്കണോ? സുശീലൻ ദുബായില, ഭേദപ്പെട്ട ജോലി. അച്ഛന്റെ ചങ്ങാതിയുടെ മോനാ, ചന്ദ്രാജിയുടെ. എന്റെ മിടുക്കി മോളെ കാണാൻ ഇന്ന് ചന്ദ്രാജി വരുന്നുണ്ട്. പാടോ, ഒരു സുലൈമാനി വേണം. പാടോ. അച്ഛൻ എനിക്ക് വേണ്ടി കണ്ടെത്തിയ ആളാ ദുബായ്ക്കാരൻ. മൂന്ത, എനിക്ക് കഴിയില്ല അച്ഛനെ ധിക്കരിക്കാൻ. മറുത്ത് എന്തെങ്കിലും ഒന്ന് പറയാൻ. നമ്മൾ എന്താ ചെയ്യുക? നീ എന്റെ അച്ഛനോട് സംസാരിക്കുവോ? അല്ലെങ്കിൽ വേണ്ട, ആദ്യം നിന്റെ അച്ഛനോട് പറ. സിവിൽ സർവീസിന്റെ റിസൾട്ട് വന്നിട്ട് അത് പോസിറ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ട് അത് പോസിറ്റീവ് ആയിരിക്കും. ഞാൻ മൃതം നോട്ട് പ്രാർത്ഥിച്ചതാ. എന്നിട്ട് ഞാൻ അച്ഛനോട് പറയാം. എന്താണ് അവിടെ പറയാനുള്ളത്? ഉണ്ണിയെ കല്യാണം കഴിക്കാൻ പോകുന്നതാണ്. നല്ല പയ്യൻ, നിനക്ക് ചേരുന്ന പയ്യൻ. എന്റെ മാത്രമല്ല, മുകുന്ദറാവുവിന്റെയും അഭിപ്രായം അതാ. എന്താ? ഇവന്റെ പേര് മുകുന്ദറാവു എന്നല്ല, എന്റെ സ്വപ്നമെന്ന, ജീവിതമെന്ന. കൈമോശം വന്ന കിനാവുകളെ എറിഞ്ഞു പിടിക്കാൻ ഞാൻ കരുതി വെച്ചിരിക്കുന്ന നിധിയ മോഷ്ടിച്ചെടുക്കരുത്. സുശീലന്റെ അച്ഛനാ. അയാൾ പറഞ്ഞു മോൾക്കൊരു പാക്കറ്റ് മിഠായി വാങ്ങി തരണമെന്ന്. 1ാം റാങ്ക് കിട്ടിയില്ല, അയാളുടെ ഒരു സന്തോഷം. സുശീലന്റെ പടം വെച്ച് കളിക്കുകയായിരുന്നു മോള്. ഞാൻ വരുമ്പോ മക്കള് മിടുക്കരാവുക, മാതാപിതാക്കളുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കുക. അതിനൊക്കെ അപ്പുറം എന്ത് സൗഭാഗ്യമാണോ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ഞാനിവിടെ ഒന്ന് വിളിച്ച് മോളുടെ കയ്യിൽ കൊടുക്കണമെന്നാ സുശീലൻ പറഞ്ഞത്. ഓഹോ, അവന് മോളെ ഒന്ന് അഭിനന്ദിക്കണം. അല്ല, റാങ്ക് കിട്ടി വേറെ അയാളെങ്ങനെ അറിഞ്ഞു? ഞാൻ വിളിച്ചു പറഞ്ഞു. ഓ, ഇത് അയാളുടെ കൂടെ ഭാഗ്യ. ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ പലപ്പോഴും പ്രതീക്ഷിക്കാതെ അവധിയായിരുന്നു. ബോംബെയിൽ അന്തസ്സായി ജീവിച്ചവനാ ഞാൻ. മസകണ്ടൊക്കെ ചില സബ് കോൺട്രാക്ടറൊക്കെ എടുത്ത് 10-12 തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുന്ന കൺട്രാക്റ്റായി ഭേദപ്പെട്ട ജീവിതം നയിച്ചു വരുമ്പോഴാണ് ബാബറി മസ്ജിദ് പൊളിയുന്നത്. ബോംബെ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ആയിരക്കണക്കിന് മനുഷ്യ ജീവനുകൾ
കൺമുന്നിൽ കത്തി ഒടുങ്ങുന്നത് കണ്ടു നിന്നു. വീടും സമ്പാദ്യങ്ങളും കൊള്ളയടിക്കപ്പെട്ടു. ശേഷിച്ചവ കത്തിച്ചു കളഞ്ഞു. ഭ്രാന്ത് പിടിച്ച നഗരത്തിൽ നിന്നും ഭാര്യയും മകളെയും കൂട്ടി ഓടി രക്ഷപ്പെടുകയായിരുന്നു. നാട്ടിലെത്തി നാടോടികളെ പോലെ ആരംഭിച്ചതായി ജീവിതം. ഇനി എന്തെന്ന് ആലോചിച്ച് പകച്ചു നിന്ന എനിക്ക് ഇവര് കാതിൽ കിടന്ന കമ്മലൂരി തന്നു. ശേഷിപ്പതേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനൊരു വണ്ടിയും ഒരു തേപ്പ് പെട്ടിയും വാങ്ങി മറ്റുള്ളവരുടെ ജീവിതം ഇസ്തിരിയിട്ട് വെടിപ്പാക്കി കൊടുത്തു. അങ്ങനെ പടുത്തുയർത്തിയതായി ജീവിതം. മോളെ സുരക്ഷിതമായൊരു കയ്യിലേൽപ്പിക്കുമ്പോ ബോംബെ വാല, ഇസ്തിരിവാല ഈ ജീവിതം കൊണ്ടെന്തോ നേടിയെന്നൊരു ആശ്വാസത്തോടെ ഒന്നിരിക്കും, ഒന്ന് വിശ്രമിക്കും. തുടർന്ന് പഠിക്കണമെന്നും ഒരു ജോലി സമ്പാദിക്കണമെന്നൊക്കെയാ മോടെ ആഗ്രഹം. അതൊക്കെ വിവാഹം കഴിഞ്ഞാലും ആകാമല്ലോ. ഞാൻ സുശീലിനെ വിളിക്കാം. ആയിക്കോട്ടെ. അവന് മോളോട് സംസാരിക്കണം. ഹലോ, അച്ഛനാടാ. ഞാൻ ബോംബെയുടെ വീട്ടിൽ നിന്നാ. ഇയാള് പറഞ്ഞതുപോലെ അച്ഛൻ ചീറ്റ്സ് ഒക്കെ വാങ്ങി കൊടുത്തു. ഉണ്ട്, അച്ഛന്റെ അടുത്ത് വെപ്പുണ്ട്, കൊടുക്കാം. സുശീലിന, നിങ്ങൾ സംസാരിക്കേ. ഹലോ ഹലോ ഹലോ, ഉണ്ണിയല്ലേ? അതെ, ഞാൻ സുശീലനാ. കൺഗ്രാറ്റുലേഷൻ, റാങ്ക് ഹോൾഡർക്ക്. എന്താ മിണ്ടാത്തത്? താങ്ക്സ്. ഞാൻ എന്റെ ഫ്രണ്ട്സിന് മുഴുവൻ തന്നെ പടം കാണിച്ചു. നെറ്റിൽ വന്ന പടമേ. ഞാൻ വിവാഹം ചെയ്ത കുട്ടിയാണെന്ന് പറഞ്ഞു. എനിക്കിന്ന് ഫ്രണ്ട്സിനിടയിൽ ഒരു ഹീറോയുടെ പരിവേഷമാണ്. എല്ലാവർക്കും ട്രീറ്റ് കൊടുത്തു. കാശഞ്ചാറ് പൊട്ടിയെന്ന് കേട്ടോ. ഹലോ ഹലോ, താനെന്താ മിണ്ടാത്തത്? അത് പിന്നെ ഒന്നുമില്ല. മൊബൈലുണ്ടോ? നമ്പർ തന്നാൽ ഇടയ്ക്കൊക്കെ വിളിക്കാം. ഞാൻ അടുത്ത മാസം വരും കേട്ടോ. ടിക്കറ്റ് ശ്രമിക്കാം. ഞാനെന്താ അച്ഛനോടും ഈ വന്ന ആളിനോടും ഒക്കെ പറയുക. അയാളെന്നെ ഗൾഫിൽ നിന്ന് വിളിച്ചിരുന്നു. അടുത്ത മാസം ലീവിന് വരും പോലും. നിങ്ങൾ അച്ഛനോട് സംസാരിക്കുമോ? എന്താ മിണ്ടാത്തത്? അയ്യോ, ചുമ പിടിച്ചോ? ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, മരണം വരെ ഞാനൊപ്പം ഉണ്ടാകും. എന്താ ശബ്ദം വല്ലാതിരിക്കുന്നത്? തൊണ്ടയിൽ കിച്ച് കിച്ച്. എന്തിനാ കുനിഞ്ഞിരിക്കുന്നത്? മുള്ളാനിരിക്കുക. അയ്യേ, അല്ല, ആരും കാണാതിരിക്കാനാ കുനിഞ്ഞിരുന്നേ. എനിക്ക് വിശ്വസിക്കാമോ? ലോകത്ത് മറ്റാരെക്കാളും എന്തിനേക്കാളും എന്നെ വിശ്വസിക്കാം. അച്ഛൻ എനിക്ക് സമ്മാനം തന്നു. നമ്മുടെ കോളനി പലരും എനിക്ക് സമ്മാനം തന്നു. എന്തിന്? ആ പാവം ഗൾഫുകാരൻ പോലും സമ്മാനം കൊടുത്തു വിട്ടു. നീ മാത്രം എനിക്ക് ഒന്നും തന്നില്ല. ഞാൻ കൊണ്ടുവന്ന സമ്മാനങ്ങളൊന്നും നിന്റെ അളവിന് പറ്റിയതല്ല. അതെന്ത് സമ്മാനമാ? അതൊക്കെ ഉണ്ട്. ഇപ്പോ ഞാനൊരു ഉമ്മ തന്നാ മതിയോ? നീ എന്താടി മധുരം ചാരി നിൽക്കുന്നത്? അച്ഛനും അദ്ദേഹം അകത്തിരിക്കുന്നു. നീ അങ്ങോട്ട് തന്നെ. അയ്യേ, ഇവൻ ഇത് എന്തിന്റെ കേടാ? ഈ സമയത്ത് എങ്ങനെ ഇത് അദ്ദേഹത്തോട് പറയും? തൽക്കാലം പറയണ്ട, ഇനിയും ശല്യമുണ്ടാക്കിയാൽ പറയാം. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ, നീലറിഞ്ഞോ നിന്നിലൂറും മോഹഗംഗാജലം, മധുരദേവാമൃതം മധുരദേവാമൃതം. അയ്യേ, നിനക്ക് ഈ പണിയുണ്ടോ? അളിയനായിരുന്നോ? ആരാണെന്ന് വിചാരിച്ചു? അത് പിന്നെ വൈജയന്തി മാല.
എന്നെ കണ്ടിട്ട് വൈജയന്തിമാലയോ? അല്ല, ഒരാളിനെ പോലെ 9 പേരുണ്ടല്ലോ. നിനക്കെന്തോ സാരമായ അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. അളിയനെ പ്രതി എനിക്ക് അഭിമാനം തോന്നുക. കെട്ടിപ്പിടുത്ത് തോന്നിയാസം കാണിച്ചിട്ട് നീ എന്ത് ഭാവിച്ച? അളിയൻ ജീവിതത്തിൽ 2 സൽപ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്, 2 നല്ല കാര്യങ്ങൾ. ഒന്ന്, ഈ സ്ഥലം ഈ പാവങ്ങൾക്ക് കൊടുത്തു. താമസിയാതെ ഞാനിവിടെ ഒരു ജീവിതം കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഫാമിലി ആയിട്ട് എനിക്കങ്ങനെ മനസ്സ് വന്ന ഭയങ്കര കരുണ കാണിച്ചു കളയും. അളിയ, ബോംബെ വാല ഇനി മുതൽ എന്റെ ചേട്ടൻ, ഞാൻ അണിയൻ. നിനക്ക് എന്തു പറ്റി? ഡീസന്റ് കുടുംബം. നിനക്ക് എങ്ങനെ മനസ്സിലായി? അരി വന്നോന്ന് നോക്കാൻ ഒരു അരി എടുത്ത് ഞെക്കി നോക്കിയാ മതി, മൊത്തം ഞെക്കണ്ട. ആദ്യത്തെ അനുഭവത്തിൽ നിന്ന് എനിക്ക് കാര്യം പിടികിട്ടി. നീ എവിടുന്നാ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞത്? തിഹാറിന്ന്. എന്താ കേട്ടിട്ട് കൊതി തോന്നുന്നോ? അല്ലാതെ കുതിരവട്ടൊന്നുമല്ലല്ലോ. അളിയ, ഞാൻ എന്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം നേടിയിട്ടുണ്ട്. തിഹാർ ജയിലിൽ കിടക്കുക എന്നത് എന്റെ ഒരു വാശിയായിരുന്നു. നിസാര കാര്യമാണോ? ജയിലുകളുടെ പാർലമെന്റ് ഹൗസാ. AK ആന്റണി പ്രതിരോധ മന്ത്രിയായതിന്റെ പിറ്റേ ആഴ്ച ഞാൻ അദ്ദേഹത്തിന്റെ മച്ചമ്പിയാണെന്ന് പറഞ്ഞ് 2 പഞ്ചാബികളുടെ കയ്യിൽ നിന്നും കേണലാക്കാമെന്ന് പറഞ്ഞ് കാശ് മേടിച്ചു. നമ്മൾ വിചാരിക്കും പഞ്ചാബിയൊക്കെ ബുദ്ധിയില്ലെന്ന്. അവന്മാരെന്നെ കയ്യോടെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. ഞാൻ തിഹാറിലുമായി. എന്റെ ആഗ്രഹങ്ങളും തീർന്നു. ഇനി ഗൃഹസ്ഥാശ്രമം, അത് മാത്രമേ ഉള്ളൂ ഒരാഗ്രഹം. സാറേ, സാറേ, ഇത് എന്റെ മോളെ കിട്ടാൻ പോകുന്ന പയ്യന്റെ അച്ഛൻ ചന്ദ്രാജ്. അറിയാം, ടൗണിലൊരു പെട്ടിക്കട വളർത്തിയിരുന്നാണ്. അതൊക്കെ നിർത്തി മോൻ രക്ഷപ്പെട്ടപ്പോ വീട്ടിൽ സ്വസ്ഥമായിരിക്കുക. മോന്റെ പടം കണ്ടു ഞാൻ. നല്ല കുട്ടി. പെൺകുട്ടികളെ അധികം നിർത്താതെ കെട്ടിച്ചു വിടുന്ന ബോംബെ നല്ലത്. നമ്മൾ കരുതും കുട്ടികൾ പഠിക്കാൻ മിടുക്കരാണ്. പക്ഷെ പലപ്പോഴും അവർക്ക് പഠിക്കാൻ മാത്രമല്ല, മറ്റു പലതിനും മിടുക്കുക. എത്രയും പെട്ടെന്ന് നമുക്ക് ഈ കല്യാണം നടത്തണം. സനാതനാവും മുന്നിട്ട് ഈ കല്യാണം നടത്തണം. കാരണം ഇതെന്റെ ആവശ്യമാ. നളിനമുഖി നിന്നുടെ വീട്ടിൽ നളനാണ് ഞാൻ, പുത്തൻ നളനാണു ഞാൻ. നളിനമുഖി നിന്നുടെ വീട്ടിൽ. സാധു, എന്തിനാ ഈ പൗഡറൊക്കെ പാഴാക്കി കളയുന്നത്? എന്തോ പുലികളിക്ക് പോകുന്നുണ്ടോ? ഞാൻ സുന്ദരനാകുന്നതിന് ഇയാൾക്കെന്താണോ അത്ര കഴപ്പ്? ഈ കോക്കാമ്പീച്ച കാണിച്ച സുന്ദരനാകും നിന്നോട് ആര് പറഞ്ഞു? ജന്മത്ത് നടക്കാത്ത കാര്യങ്ങൾ ചെയ്തു. അസൂയക്ക് മരുന്നില്ല. നിന്റെ ഈ അസുഖത്തിനും പ്രത്യേകിച്ച് മരുന്നുണ്ടാ ഒരു വഴിയുമില്ല. എന്നെ കണ്ടാൽ ഒരു പ്രേം നസീറിന്റെ എടാ, മര്യാദ കേട്ട് പറഞ്ഞൊരു പരിധി കൊണ്ട് കേട്ടോ. ചൊരുത്തവള പോലിരിക്കുന്ന ഈ പ്രേതസീറോ, ആ പേര് പറയാനുള്ള യോഗ്യത ഉണ്ടോ നിനക്ക്? ചൊരുത്തവള പോലിരിക്കുന്നത് ഇയാൾ തന്റെ ഗോവിന്ദനാണ്. മനുഷ്യനെ മെനക്കെടുത്താതെ ലക്ഷ്യബോധത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം പോലെ തന്നെ ശ്രദ്ധിക്കുക. നിനക്കെന്തോ സാരമായ അബദ്ധം പറ്റിയിട്ടുണ്ട്. പണ്ട് നീ വഴക്ക് പറഞ്ഞാൽ മാസത്തിൽ ഒരിക്കൽ കുളിക്കുമായിരുന്നു. പല്ല് തേക്കുന്ന പരിപാടിയേ ഇല്ല. നിന്നെ പോലെ ഇത്രയും വീറും വൃത്തിയും ഇല്ലാത്ത ഒരുത്തൻ നമ്മുടെ സമുദായത്തിലേ ഇല്ല. ആ സ്ഥാനത്ത് ഇന്നും നീ 4 തവണ കുളിച്ചു. സൗന്ദര്യ സോപ്പ്. എന്തിനടാ ഈ സൂപ്പും വെള്ളമൊക്കെ പാഴാക്കി കളയുന്നു? സുന്ദരനാകാൻ തീരുമാനിച്ചറിയാം. കാക്ക കുളിച്ചാ കൊക്കാവും നിന്നോട് ആര് പറഞ്ഞു? അതിന് ഇയാളെല്ലാരോ കുളിക്കുന്നത് ഞാനല്ലേ. നിന്നെ വല്ല ഡോക്ടറെയും കാണിക്കേണ്ടതായിട്ടുണ്ടോ? ഇതുപോലെ അസുഖത്തിന്റെയും ഭാഗമാണോടാ? ഈ അസുഖത്തിനുള്ള മരുന്ന് ഒരു കൈ അകലത്തിലുണ്ട്. നളിനമുഖി നിന്നുടെ വീട്ടിൽ നളനാണ് ഞാൻ, പുത്തൻ നളനാണ് ഞാൻ. എന്റെ പൂർണ്ണത്രയീസ, ഇത് എന്ത് കൊള്ളയാണോ എന്തോ. നിനക്ക് ഉറക്കക്കുറവുണ്ടോ? അതേ ഉള്ളളിയ. ആദ്യം പിടിച്ചിട്ടാ. സ്വപ്നത്തിൽ പോലും ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോ മനുഷ്യൻ ആദ്യം പിടിച്ചു പോകും. അളിയൻ പ്രേമിച്ചിട്ടുണ്ടോ? ഇനിയും സമയമുണ്ട്, പരിശ്രമിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പ്രേമമൂത്ത് കന്നിമാസത്തിലെ പട്ടിയുടെ അവസ്ഥയിലായി അളിയാ. നീ മധു പകരൂ, മലർ ചൊരിയൂ, അനുരാഗ പൗർണമിയേ. നീ മായല്ലേ മറയല്ലേ നീലനിലാവൊളിയേ. അതെ, ഞാൻ നിന്റെ അളിയനായതുകൊണ്ട് ഗൗരവമായിട്ടൊക്കെ ചോദിക്കുക. നിന്നെ വല്ല ആശുപത്രിയിലും കൊണ്ടുപോകണം. മനുഷ്യൻ ആദ്യം പിടിച്ച് നിൽക്കുമ്പോൾ അനാവശ്യം പറയാതെ. പിന്നെ ഞാൻ പലയരകടെ കയറുന്നു പോവാ. നിനക്കിങ്ങനെ പൗഡർ ഇട്ട് പാട്ടും പാടി ഇരുന്നാ മതിയല്ലോ. വീട്ടുകാർ നോക്കേണ്ട ഞാനല്ലേ. ചില കാര്യങ്ങളിൽ നിനക്കൊരു ശ്രദ്ധ വേണം. മീശയ്ക്ക് കണക്കൂടി പോയാ മീശയുടെ കാര്യമല്ല പറഞ്ഞത്.
പിന്നെ കൃതാവിന്റെ കാര്യമോ? അതൊന്നും സാരമില്ലടോ, ഇതാ ഇപ്പോഴത്തെ ഫാഷൻ. എന്റെ ദൈവം, എടാ അതൊന്നും അല്ല. കറച്ചിട്ടിയുടെ പുറത്ത് കണ്ണും മൂക്കം വരച്ചിട്ടാൽ അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടോ? പിന്നെന്താ പഴമാണോ? ബഹിരാകാശത്ത് പോണ കാര്യമാണ്. ചെറുക്കനകത്തുണ്ട് മൂന്നനെ. അവൻ കട്ട് തിന്നു. തക്കാളി രസവും വെങ്കായ സാമ്പാറും ഉണ്ടാക്കി വെച്ചിട്ട് എന്താ കട്ട് തിന്നാനാണ്? അതൊന്നും അല്ല. നീ ഇങ്ങോട്ട് വരാം. ഇവിടെ ഒരു പെണ്ണില്ലേ? ഇവിടെ ഒന്നല്ല, 2 പെണ്ണുണ്ട്. 2 ലേഡീസ്. ഒന്ന് തള്ളല്ലോ. തള്ളയാ സൂപ്പർ. മുഖത്തിനൊരു അല്പം പ്രശ്നമുണ്ടെന്നേ ഉള്ളൂ. താഴോട്ട് നോക്ക്, അറുത്തെടുത്താൽ ഒരു ബിൽഡിങ്ങിനുള്ള ഫർണിച്ചർ ഉറപ്പ്. ഇതൊക്കെയാ നിന്റെ മനസ്സിലിരിപ്പില്ലേ? അളിയൻ കാര്യം പറ. എടാ എന്റെ ഒരു സംശയം, ഇവിടുത്തെ പെങ്കൊച്ചുമായി മുകുന്ദൻ എന്തോ ഒരു ഈ ഫ്രണ്ട്ഷിപ്പിനപ്പുറത്ത് ഒരു ബന്ധം. എന്റെ സംശയം. ഗുണാൽപ്പിക്കേഷൻ വല്ല ഇയാൾ കണ്ടോ? ഇയാൾ എഴുതാപ്പുറം ഒന്ന് വായിക്കണ്ട. ഇപ്പൊ എഴുത്തെല്ലാം ഇന്റർനെറ്റ് വഴിയാ, നമുക്ക് വായിക്കാൻ ഒക്കില്ല. അവര് സംസാരിച്ചാലേ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അത് ഞാൻ ഏറ്റു. ഇത്തരം കാര്യങ്ങൾ ധൈര്യമായിട്ട് വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന ആളല്ലേ ഞാൻ. അളിയൻ പോയിട്ട് വാ. ഇവൻ എന്താ ഈ കാണിക്കുന്നത്? ഈ ഗോഷ്ടി ആരെങ്കിലും കണ്ടാൽ എന്തു പറയും എന്റെ ഈശ്വര? മുഖടച്ചൊർണം കൊടുത്താലോ? വീണ്ടും ഉമ്മ ചോദിച്ചു വരികയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വേണ്ട, ഇവൻ പ്രമാണത്തിൽ ഒപ്പിട്ട് തന്നില്ലെങ്കിലോ? ആരെങ്കിലും കാണുമെന്ന് ഭയന്നിട്ടായിരിക്കും. കൊച്ചു കളി. ചുംബനപ്പൂ കൊണ്ടു മൂടി എന്റെ തമ്പുരാട്ടി നിന്നെ ഉറക്കാം. പറഞ്ഞു വിലക്കിയില്ലെങ്കിൽ ശരിയാവില്ല. തനിക്കിത് എന്തിന്റെ കേടാ? അല്ല, അറിയാമല്ലോ ചോദിക്കുക. എന്നെ കാണുമ്പോ ഒരുമാതിരി പൂച്ച മൂരി നിൽക്കുന്ന ഒരു ഗോഷ്ടി കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ എന്റെ ആദ്യത്തെ അനുഭവമാണ്. ആദ്യ ചുംബനം. മര്യാദകൾ കാണിച്ചിരുന്നു വൃത്തിയായിട്ട് വർത്തമാനം പറയുന്നു. ഇതുപോലെ ചോദിച്ച് വാങ്ങിച്ചിട്ട് കുറ്റം മുഴുവൻ എനിക്കായോ? എവിടെയോ ഉറങ്ങിക്കിടന്ന എല്ലിലെ അനുരാഗിയെ തവിക്കണായിട്ട് ഇളക്കിയിട്ട് നാളെ നിന്നോട് തനിക്ക് മുതുകൂത്ത് കൊണ്ട് നടക്കാൻ. തനിക്കൊരു അബദ്ധം പറ്റാൻ നേരത്തെ ക്ഷമിച്ചതാ ഞാൻ. അബദ്ധ ഉമ്മയല്ല, നിറഞ്ഞ മനസ്സോടെ അറിഞ്ഞു തന്ന ഉമ്മ. മോന്തക്കിട്ടോ തന്നാലുണ്ടല്ലോ, ബോംബെയോട് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണമെന്ന് കരുതിയാ. ബോംബെ അറിഞ്ഞാലുണ്ടല്ലോ തന്റെ പള്ളക്ക് കത്തി കിട്ടും. പറഞ്ഞേക്കാം, അവസാനിപ്പിച്ചേക്കണം ഈ പേക്കൂത്ത്. തുള്ളി തുള്ളി നാട് സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം. പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എന്റെ കുറ്റങ്ങൾ സമ്മതിക്കും. മനസ്സിനെ താമരയാക്കിയ സുഭദ്രേ, മാപ്പു തരൂ എനിക്കു നീ മാപ്പു തരൂ. ഇതൊക്കെ അവളെ ഒരടവല്ലേ? മഹാകവി പാടിയതെന്താ? അങ്കുശമില്ലാത്ത ചാവല്യമേ മണ്ണിൽ അങ്കന എന്ന് വിളിക്കുന്നു നിന്നെ ഞാൻ എന്ന. എന്തായാലും പരിശ്രമം അവസാനിപ്പിക്കണ്ട. ബാർബർ ഷാപ്പിലെ നീ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. എടാ, നീ എന്നെ പോലെ ഇതുപോലുള്ള സൗന്ദര്യ സമ്പർക്ക ഇതൊക്കെ വസ്തുക്കൾ വാങ്ങി ഉപയോഗിച്ച് സുന്ദരനാകാൻ നോക്കും. മുകുന്ദ, നിന്നെ കാണാനും സംസാരിക്കാനും വേണ്ടി അപ്പുറത്തേക്ക് വന്നാലോ എന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. അയ്യോ ചതിക്കല്ലേ, അച്ഛൻ ഇപ്പൊ തന്നെ നമ്മുടെ കാര്യത്തിൽ എന്തോ സംശയമുണ്ട്. അച്ഛനും അമ്മയും ചേർന്ന് എന്റെ വിവാഹം തീരുമാനിച്ചു. പുറത്ത് നോക്കി മുഹൂർത്തവും കുറിച്ചു. ഞാൻ എന്താ ചെയ്യേണ്ടത്? മുകുന്ദൻ എന്താ ഒന്നും മിണ്ടാത്തത്? നിനക്ക് എന്നോടുണ്ടെന്ന് പറഞ്ഞ സ്നേഹം അത് സത്യമായിരുന്നില്ലേ? എന്താ അങ്ങനെ ഒരു സംശയം? അമ്മ അച്ഛനെ അധികം വിഷമിപ്പിക്കാതെ പറയണം. അവര് ഓരോ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ തമ്മിൽ ഇഷ്ടമാണെന്ന് എന്റെ അച്ഛനും അമ്മയും അറിഞ്ഞാൽ അവര് വലിയ എതിർപ്പൊന്നും പറയില്ല. നിനക്ക് ജോലിയൊന്നും ഇല്ല എന്നൊരു തടസ്സം മാത്രമേ പറയൂ. എന്റെ അച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ല. മുകുന്ദന്റെ അച്ഛന്റെ അനുമതിയോടെ അല്ല നമ്മൾ പരസ്പരം ഇഷ്ടപ്പെട്ടത്. നീ എന്താ ആലോചിക്കുന്നത്? ഈ വിവാഹം നടക്കാൻ പാടില്ല.
എന്തു പറഞ്ഞ് തടസ്സം നിൽക്കണം ഞാൻ? തുടർന്ന് പഠിക്കണം, എനിക്കിതിൽ താല്പര്യമില്ലെന്ന് അമ്മയോട് പറഞ്ഞപ്പോ വിവാഹശേഷം പഠിക്കുന്നതിന് ഒരു തടസ്സമില്ലെന്ന് അയാൾ. ജീവിതത്തിൽ എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണിതെന്ന് അച്ഛനും അമ്മയും വിശ്വസിക്കുന്നു. ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ഞാനല്ല എന്ന് അവര് പറയുന്നത് ന്യായമാണ്. എന്റെ മാനസികാവസ്ഥ അവർക്കറിയില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? സംസാരിക്കുന്നത് മുഴുവൻ ഒളിഞ്ഞു എന്ന് കേൾക്കണമെന്നാണ് നിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞത്. എന്നിട്ട് അമ്മ കേട്ടോ? കേട്ടു. അവസാനത്തെ ഒറ്റ വാചകം കേട്ടു. എല്ലാം പറഞ്ഞതുപോലെയെന്ന്. ദേ പോയി ദാവണ്ണെന്ന് പറഞ്ഞ് ഞാൻ വരുന്നതിന് മുമ്പേ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. ഉണ്ണിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ട് ഞാൻ സമ്മാനം ഒന്നും കൊടുത്തില്ല. നീ സമ്മാനം ഒന്നും കൊടുക്കണ്ട. വേണോ? ഒരു സമ്മാനം കൊടുത്തതിന്റെ മാനസിക ബുദ്ധിമുട്ടില്ല ഞാൻ. അല്ല, നിങ്ങൾ തമ്മിൽ വല്ല ഏർപ്പാടും ഉണ്ടോ? നിന്റെ അച്ഛനെ കുഴിത്തിരുമ്പാ അങ്ങനെ സംശയിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയതാണോ? അപ്പൊ ഏർപ്പാട് പഴയതാണോ? ഞാൻ ഡീസന്റ് എന്ന് തൊട്ട് അച്ഛനും അമ്മാവനൊക്കെ പ്രായമായതുകൊണ്ട് തോന്നുന്നതാ. പുതിയ കാലത്ത് പ്രേമൊന്നുമില്ല. അതുകൊണ്ടാ പേടി. പ്രേമമാണെങ്കിൽ ചൊറിഞ്ഞു മാന്തിയൊക്കെ സമയം കളഞ്ഞേനെ. നമ്മുടെ കാര്യത്തിൽ ഇവനോടൊരു വിദഗ്ധ ഉപദേശം ചോദിച്ചാലോ? മക്കളെ, അമ്മാവനൊരു സംശയം. എന്നോട് ഒരാളൊരു സാധനം ആവശ്യപ്പെട്ടു, ഞാൻ കൊടുത്തു. വാങ്ങിച്ചെടുത്തയാൾ അതിന്റെ നന്ദിയും കൂറും തിരിച്ചു കാണിക്കുന്നില്ല. എന്തായിരിക്കും കാരണം? ക്ലൂ? എന്താ കൊടുത്തത്? അത് രഹസ്യവാ. എങ്കിൽ കൊടുത്തത് ശരിയായി കാണില്ല. എന്റെ ചേട്ടൻ ഇതുപോലൊരു സ്മാർട്ട് സ്കെയിൽ ഇൻഡസ്ട്രി ഞാനും തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക. ഇതുപോലൊരു വണ്ടി വാങ്ങി വല്ല കപ്പലണ്ടി കച്ചവടം പറ്റും. അതൊക്കെ പണിയെടുത്ത് ജീവിക്കുന്ന ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എനിക്ക് നിനക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ലെന്ന്. എന്നെ വിട്ടു. നിന്നെ വിട്ടു. നീ വീട്ടിൽ പോ. നിന്റെ തന്ത വന്ന് കണ്ടിട്ട് നീ ഇവിടെ വായി നോക്കി നിൽക്കാന്നെങ്കിൽ വിചാരിക്കണ്ട. निगाहों में आवाज दी है, मोहब्बत की राहों में आवाज दी है। जाने हया जाने अदा छोड़ो तरसाना. ഞാനൂടെ ഈ പണി പഠിക്കുന്നതിനെ പറ്റി അണ്ണന്റെ അഭിപ്രായം എന്താ? എന്തു പണി? ഈ തേപ്പ് പണി. ഏതോ സർവകലാശാലയിൽ പോയി പഠിക്കും ആക്കിയതാണല്ലേ. ജീവിതം വഴിമുട്ടിയപ്പോ ഒരു തൊഴിൽ തന്നെ ചെയ്ത് ശീലിച്ചതാണോ, എങ്ങും പോയി പഠിച്ചതല്ല. എന്നാലും സാധാരണ തേപ്പ് പോലല്ലോ ഈ തേപ്പ്. മാന്യമായി ചെയ്താൽ ഒരു കുടുംബം പോറ്റാം. വിചാരിച്ചാൽ 10,000 രൂപയും ഉണ്ടാക്കാം. ഒരു സഹായിയായി ഞാനും ഒപ്പം കൂടിയാലോ? വേണ്ട, അതൊന്നും പറ്റില്ല. എന്തിനാ വെറുതെ ഓരോരുത്തരെ കൂടെ കൂട്ടി നമ്മൾ ചീത്തയാവുന്നത്? സാധുവിനോട് ഒരു ചായ എടുക്കാത്ത എന്താണോ? ചായക്കടയല്ലോ സാധുവിന് ചായ കൊടുക്കാൻ. ഇതെന്തോ പറ്റി? ചന്ദ്രാജി കണ്ടോ? ഓൻ മരുന്ന കാര്യം എന്തായി? എടോ, അവ അടുത്ത തിങ്കളാഴ്ച അവിടെ തിരിക്കുക. ക്ഷണക്കത്തടിച്ച് വിളിച്ചു തുടങ്ങണം. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനില്ലേ? ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ തന്നോട് പറയണമെന്ന് കരുതിയതാ. ചന്ദ്രാജി നാട്ടിൽ വന്ന കാലം മുതലുള്ള ചങ്ങാതിയാ. പക്ഷേ അവർ ഈ സ്ത്രീധനമൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അത് അവരുടെ മര്യാദ. എന്നാലും നമ്മുടെ കൊച്ചിന് നമ്മളെ കൊണ്ടാവുന്നതൊക്കെ കൊടുക്കണം. എല്ലാം കൂടെ ഞുള്ളിപ്പറിക്കിയ ഒരു 10-15 പവന്റെ സ്വർണ്ണം ഉണ്ട് ഇവിടെ. ഒരു 25 പവനെങ്കിലും കൊടുക്കണം. മോൾക്ക് വേണ്ടി കരുതിയതും ചെട്ടി പിടിച്ചതും ഒക്കെ ആയിട്ട് കുറച്ച് കാശ് ബാങ്കിലുണ്ടോ? നീ എന്തിനാടാ ഈ മരത്തിന്റെ ചുവട്ടിൽ ആലോചിച്ചിരിക്കുന്നു? ഇരുന്നിരുന്ന് ബുദ്ധനെ പോലെ ബോധവേ ഉണ്ടാവോടാ. ജീവിതത്തിൽ ആത്മാർത്ഥതയ്ക്ക് ഒരു വിലയുമില്ല. നിന്നെ ആ പ്രമാണത്തിൽ ഒപ്പിടുതരാനുള്ള ഏർപ്പാട് ചെയ്യണം. ഇതുവരെ ഇങ്ങേരി വന്നില്ലെന്നുള്ള പരാതിയായിരുന്നല്ലോ. ഇപ്പൊ ഇങ്ങേരി വന്നു, പിന്നെ ഇങ്ങോട്ടൊന്നും പോയിട്ടുമില്ല. ബ്രാഹ്മണൻ വാക്ക് പറഞ്ഞാൽ മാറ്റില്ല. അവൻ ഒപ്പിട്ട് തരും. എന്തു പറ്റിയിടൂ? മോളെ കെട്ടിക്കാറായപ്പോ പതിവിൽ കവിഞ്ഞ ഒരു ഗൗരവം. വീട് സ്ഥലവും മോളുടെ പേർക്ക് എഴുതി വെക്കണ്ടേ? അതൊക്കെ കാലശേഷം മതി. പെൺകുട്ടികൾ കയറി ചെല്ലുന്ന വീട്ടിൽ മാന്യമായി കയറി ചെന്നെങ്കിലേ ഒരു വിലയുണ്ടാവൂ. കഴിച്ചോടി.
സ്റ്റോറിൽ പോയി മരുന്നൊന്നും വാങ്ങിക്കൊണ്ട് വരണോ? ഗ്യാസിന്റെ അസുഖമായിരിക്കും. ഇപ്പൊ ചെറുതൊന്നും മരുന്നൊന്നുമില്ല, ഒക്കെ ഇച്ചിരി ഗ്യാസാ. എടീ ആശുപത്രി കൊണ്ട് കാണിക്കാൻ കേട്ടോ. എന്താ നീ വല്ലാണ്ടിരിക്കണേ? എന്താ ഉണ്ടായേ? നമ്മുടെ മോള് പിഴച്ചു. സുഭദ്രേ, ബോംബെയുടെ മോള് പിഴച്ചെന്ന്. അപ്പോ വിലക്കപ്പെട്ട കനി പട്ടിച്ചതിലുണ്ടായ ഛർദിയായിരുന്നു അല്ലേ? സനാതനറാവുവിന്റെ മോൻ സിവിൽ സർവീസ് പാസ്സായി. എനിക്കും ലോട്ടറി കിട്ടി. അച്ഛൻ പറഞ്ഞിട്ടില്ലേ മക്കളെ, നിന്റെ ദിവസവും വരുമെന്ന്. നമ്മുടെ ദിവസവും വന്നു. എനിക്കിനി സമൂഹത്തിന് മുന്നിൽ, ബന്ധുക്കൾക്ക് മുന്നിൽ നട്ടല് നിവർത്തി വന്ന് നിൽക്കണോടാ. കണ്ടോ, എന്റെ മോൻ മുകുന്ദറാവു IAS. എന്റെ മോന് സിവിൽ സർവീസിൽ 15ാം റാങ്ക്. ഡൽഹിയിൽ നിന്ന് സഹോദരി സുശീല വിളിച്ചു പറഞ്ഞതാ. അവളെ വിദേശകാര്യ വകുപ്പിലാ. ഇപ്പോഴാ സനാതനറാവുവിന് കുടുംബത്തെ അന്തസ്സും അഭിമാനവും ഉണ്ടായത്. മാതാപിതാക്കൾക്ക് അഭിമാനം നേടിത്തരേണ്ടത് ആരാ? മക്കളാ. ഹലോ, അതെ, സനാതനറാവാണ്. ആര്? ഗുജറാത്തിൽ സുകുമാറാവോ? മോനെ, ഇത് ചിറ്റപ്പുറ IDGP. നീ എങ്ങനെ അറിഞ്ഞു? സുശീലയോ? അവളെ എന്നെയും വിളിച്ചു പറഞ്ഞത്. അടുത്ത കൊടുക്കാം കൊടുക്കാം. മോനെ, ചിറ്റപ്പുറ സംസാരിക്കും. ഹലോ, അതെ, താങ്ക് യു ചിറ്റപ്പ. ശരി ചിറ്റപ്പ, ഓക്കെ ചിറ്റപ്പ. മസൂറിയിലേക്ക് ട്രെയിനിങ്ങിന് വരുമ്പോ കാണാം. കണ്ടോ, കണ്ടാൽ മൈൻഡ് ചെയ്യാത്ത, വിളിച്ചാൽ ഫോൺ എടുക്കാത്ത ബന്ധുക്കളൊക്കെ വിളിക്കുന്നത് കണ്ടോ? വിളിക്കും, ഇനിയും വിളിക്കും. മക്കളെ, നമുക്ക് ഈ സന്ദേശം കോടതി കൂടെ അറിയിച്ചിട്ട് വരാമോ? ഇയാള് പറഞ്ഞത് സത്യമാണോ? വെറുതെ മോളങ്ങനെ പറയൂ. നേരം വെളുക്കുമ്പോ വണ്ടിയും തള്ളി ഓരോ വലിയ വീടിന്റെ മുന്നിൽ എത്തുമ്പോഴും ബോംബെ വാല, ഇസ്തിരിവാല എന്നുറക്ക വിളിക്കും. മറ്റുള്ളവരുടെ വസ്ത്രങ്ങൾ ഇസ്തിരികിട്ട് വെടിപ്പാക്കി കൊടുക്കും. ഭാര്യയും മകളെയും പട്ടിണിക്കിടരുത്, അന്തസ്സായി കുടുംബം പോറ്റണമെന്നതൊരു വാശിയായിരുന്നു. ജീവിതം കിനാവ് കണ്ടതുപോലെ ഒരു കലക്കടുക്കുന്നു എന്ന് വിശ്വസിച്ചപ്പോ ചങ്കിസ്തിരിപ്പെട്ടി കൊണ്ട് പൊള്ളിയതുപോലെ എന്റെ മോൾക്ക് കാവലിരിക്കേണ്ട അവളുടെ അമ്മ. ഞാൻ എന്ത് പിഴച്ചു? എനിക്കറിയില്ല, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഇനി എന്താടോ ചെയ്യുക? ആരാടോ ഈ ചതി ചെയ്തത്? ഏത് മഹാപാപി? എനിക്കറിയില്ല. എന്നോട് അവളൊന്നും പറയുന്നില്ല. ഇനി അച്ഛൻ തന്നെ മോളോട് ചോദിക്കാൻ. ജീവിതം പകുതിക്കിട്ടെറിഞ്ഞുടച്ചു കളഞ്ഞല്ലോ മക്കളെ നീ. അപ്പുറത്തൊരു കുട്ടി കുടുംബത്തിനും രക്ഷകർത്താവിനും അഭിമാനം കൊണ്ടുവന്നു. അവൻ IAS കിട്ടി. ഇവിടെ നീ, ഞാൻ ഇസ്തിരിയിട്ട് വെടിപ്പാക്കി വെച്ച എന്റെ ജീവിതത്തെ ചുരുട്ടിക്കൂട്ടി നിലത്തിട്ട് ചവിട്ടി. 1000 വട്ടം ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദുരന്തവും മരണവും കലാപങ്ങളും കണ്ട് കൊതി തീർന്നവനാ ഞാൻ. ഇവിടെ ഓളറിഞ്ഞു തന്ന ജീവിത പ്രതിസന്ധിയിൽ ചവിട്ടി ഞാൻ വീഴണോ? പറഞ്ഞത് സത്യമാണോ?
വേണ്ടേ? ആരാ കാരണക്കാരൻ? അങ്ങനെ ഒരാൾ ഉണ്ടാവാതിരിക്കാൻ തരമില്ലല്ലോ. ആരാ കാരണക്കാരൻ? ജീവിതത്തിൽ ഇതിൽ കൂടുതൽ എന്ത് കരിയും പൊടിയും ഇനി കയറാൻ? മോളെ, അച്ഛൻ ഇതുവരെ ഒരു കൊണ്ടുപോലും നോവിച്ചിട്ടില്ല. മക്കളെ അടിക്കുന്നത് മാതാപിതാക്കളുടെ ഗതികേട്. ഈ സാഹചര്യത്തിൽ വേദനിപ്പിക്കേണ്ടി വരുന്നത് ആത്മഹത്യക്ക് തുല്യമാണ്. തന്റെ മോൻ അഭിമാനവും ജീവിത വിജയവും നേടിത്തന്ന ഈ ദിവസം ബോംബെയുടെ മോൾ എനിക്കൊരു സമ്മാനം തന്നടോ. അവള് പഴച്ചു, അവള് പഴച്ചു. ആരാ കാരണക്കാരൻ? ആരാ കാരണക്കാരൻ? വലിപ്പീരുകാരുടെയും അഭിനയം പഠിപ്പിക്കുന്നവരുടെയും ലോകമായത്. അവർക്കേ ഇവിടെ ജീവിക്കാൻ പറ്റൂ. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ തെറ്റിദ്ധരിക്കരുത്. എന്റെ ഒരു പ്രതീക്ഷ നീ അച്ഛന്റെ കൂട്ടല്ല തന്തയ്ക്ക് പറഞ്ഞവനായിരിക്കുമെന്നാ. ഇവിടത്തെ പാവപ്പെട്ട പെങ്കൊച്ചിനെ ചതിച്ചപ്പോ നിനക്ക് തൃപ്തിയായല്ലോ. പ്രേമിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ആ കൊച്ചിനെ കൊണ്ട് ഗർഭിണിയായിട്ട് അഭിനയിപ്പിച്ചു.
കാരണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാനാണെന്ന് സമ്മതിക്കാമെന്ന് നീ വാക്കും കൊടുത്തു. ആ കൊച്ച് അഭിനയിച്ചു. പക്ഷെ IAS കിട്ടിയപ്പോ നീ കാല് മാറി. ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയാണോടാ ഇത്? ആ കൊച്ചിന്റെ തന്ത ഇതെങ്ങനെ സഹിക്കും? അയാളൊരു ഭ്രാന്തനെ പോലെ നടക്കുക. അവള് വെറുതെ കല്യാണം മുടക്കാൻ വേണ്ടി പറഞ്ഞ അടവാണെന്ന്. നിങ്ങൾ തമ്മിൽ എന്തോ വേഗവരിൽ ഏർപ്പാടില്ലായിരുന്നോ? അതൊക്കെ ഒരു തമാശയല്ലായിരുന്നു നിനക്ക്. പക്ഷെ ആ പെങ്കൊച്ചിന് അങ്ങനല്ലായിരുന്നു എന്ന് അമ്മ അവരോട് പറഞ്ഞു. ഇതൊക്കെ സാമാന്യ ബുദ്ധിയുള്ളവന് പറയാതെ മനസ്സിലാവും. ഞാനിപ്പോ നീ ഇപ്പോഴായാലും എപ്പോഴായാലും കൊള്ളരുതാത്തവൻ തന്നെ. പാവങ്ങളത് മനസ്സിലാക്കാൻ വൈകും. IAS കിട്ടുക എന്നുള്ളത് എന്റെ അച്ഛന്റെ സ്വപ്നമായിരുന്നു. എനിക്കതിനപ്പുറം ഒന്നുമില്ല. ജീവിതത്തിൽ ഈശ്വരൻ ഭാഗ്യം ഇറങ്ങി വരുമ്പോ നമ്മളതനുസരിച്ച് നിന്നു കൊടുക്കണം. ഇല്ലെങ്കിൽ കണ്ണി കൊണ്ട് കയറും. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, എന്റെ ഭാവിയെ കരുതി. ഞാൻ അല്പം പ്രാക്ടിക്കലായി. എന്തായാലും മര്യാദകേടാ നീ കാണിച്ചത്. ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞ ഒരു പഴഞ്ഞ ഏർപ്പാടല്ലേ? ആ പെങ്കൊച്ചിന്റെ പിന്നാലെ മണപ്പിച്ച് നടന്നപ്പോ നീ അത് ആലോചിക്കാത്തതെന്താ? സൗകര്യം കിട്ടിയാൽ ചായച്ചൊരു കട്ടൻ ചായ ഇട്ട് കുടിക്കാമെന്ന് കരുതിയല്ലേ? അയാൾക്ക് പേരെന്നതിന് മുമ്പ് ചെല്ലടാ. എങ്ങനുണ്ട്? പട്ടി ഓടാൻ കൊടുത്ത പോലെ ഉണ്ട്. 11:15 ട്രെയിൻ. നിന്നെ വിശ്വസിച്ച് ഈ വീട് ഏൽപ്പിച്ചു പോവാ. മടങ്ങി വരുമ്പോ ഇതിവിടെ കാണുമോ? ഇല്ല, ഞാൻ അവിയാല് വെച്ച് തിന്നും. ഇതെന്റെ വീടാ. പെങ്ങളെ കെട്ടി ഞാൻ ഇവിടെ താമസിച്ചതേ ഉള്ളൂ. അത് മറക്കരുത്. ഒരു IAS അച്ഛനോടാ സംസാരിക്കുന്ന ഓർമ്മ വേണം. IAS അച്ഛന് വിവരം വേണ്ടെന്ന് അളിയനോട് ആരാ പറഞ്ഞത്? അതൊക്കെ പോട്ടെ. ഡൽഹി ചെന്ന് ആരുടെ വീട്ടിൽ താമസിക്കും? സുശീലയുടെ വീട്ടിൽ. അയ്യോ, അവള് പ്രത്യേകം പറഞ്ഞു ചേട്ടൻ എന്റെ വീട്ടിൽ നിൽക്കണമെന്ന്. ഉദ്യോഗസ്ഥ തലത്തിലെ ഏറ്റവും മാന്യതയുള്ള ജോലിയാ IAS. അറിയാമോ? ആട്ടെ, ഈ പോക്ക് എന്നത്തേക്ക് മടങ്ങും? 1 മാസം അവിടെ കറങ്ങണമെന്ന് എന്റെ ആഗ്രഹം. അപ്പൊ 1 മാസത്തേക്ക് ഇയാളുടെ ശല്യം ഒഴിഞ്ഞു കിട്ടി. ചെറുക്കൻ IAS കിട്ടിയിട്ട് വേണം ഈ പേര് മാറ്റി പകരം അവന്റെ പേര് എഴുതാൻ. നാട്ടുകാരുടെ കൈക്ക് ജോലി ഉണ്ടാക്കണം കേട്ടോ. ഈ കോളനിയിൽ ആദ്യത്തെ IAS അവൻ. അറിയാവോടാ? IAS പോലല്ലേ ചങ്ങനാശ്ശേരി നടരാജൻ. 4 പതിറ്റാണ്ട് കേരളത്തിന്റെ അരങ്ങിൽ നിറഞ്ഞു നിന്ന സജീവ സാന്നിധ്യമാ. ജീവിതം നാടകത്തിന് വേണ്ടി ഹോമിച്ച ഒരു വലിയ കലാകാരൻ. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നാട്ടുകാർ കാണിച്ച സ്നേഹമായി തെരുവിന് അദ്ദേഹത്തിന്റെ പേരിട്ടത്. ഒരു IAS കൊണ്ടും പകരം വെക്കാൻ കഴിയുന്നതല്ല വ്യക്തിത്വം. അറിയാവോ തനിക്ക്? ഈ ചെറുക്കന്റെ വണ്ടി വന്നത് പോയിട്ട് വരട്ടെ. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. പിന്നെ വീട്ടിൽപ്പെട്ട സാധനങ്ങള് ആക്രി വിലക്ക് വിറ്റ് നീ വെള്ളം കുടിക്കരുത് കേട്ടോ. കക്കൂസ് കുത്തി പൊടിച്ചിട്ട് ആരെങ്കിലും ജയിലിൽ പോവുള്ളൂ. അളിയൻ ധൈര്യമായിട്ട് പോയിട്ട് വാ. എന്നോടില്ല അല്ലേ? ആ പെട്ടിങ്ങതാ. ഈ കൊച്ചു നിന്റെ തന്തയ്ക്ക് വിളിക്കുന്നത് കേൾക്കണ്ട എന്ന് കഴിഞ്ഞ് ഞാനങ്ങ് പുറത്തോട്ട് പോവുക. അല്ലാതെ നിന്നെ സഹായിക്കല്ല. ഉണ്ണിയുടെ അച്ഛനെ കണ്ടിരുന്നു ഞാൻ. എല്ലാം ഞാൻ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു. വിവാഹം മുടക്കാൻ വേണ്ടി ഉണ്ണി പറഞ്ഞൊരു കളവായിരുന്നു. വിവാഹം മുടക്കാൻ വേണ്ടിയല്ല, എന്നോടുള്ള ഇഷ്ടം കൊണ്ട് നീ എന്നോടൊപ്പം ഉണ്ടാവുമെന്ന് വിശ്വസിച്ചു. ക്ഷമിക്കണം അച്ഛനെ. നിനക്ക് മാത്രമല്ലടാ, എനിക്കും ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും. അവരുടെ മാനവും എന്റെ സ്ത്രീത്വവും നിന്നെ വിശ്വസിച്ച് കളവ് പറഞ്ഞ് കളങ്കപ്പെടുത്തിയിട്ട് നീ മനുഷ്യനെ മനസ്സിലാക്കുന്നത് അവന്റെ വിജയത്തിലാ. വിശ്വസിക്കാൻ കൊള്ളാത്ത ചെറ്റയാ നീ എന്നൊരു വിജയത്തിലൂടെ തെളിയിച്ചു. എന്റെ കരളൊരുകിയ പ്രാർത്ഥന നിനക്ക് തുണയായി ഉണ്ടായിരുന്നു. ഞാൻ വിധി, നിന്നെ വിശ്വസിച്ച് വേഷം കിട്ടിയ ഞാൻ വിധി. ട്രെയിൻ മിസ്സാവും. ഒരു ജീവിതം തന്നെ മിസ്സായവളാ ഞാൻ. നിന്നെ കയ്യാഴ്ച കിട്ടിയ അഹങ്കാരമാ. ഏത് ശരാശരി വിദ്യാർത്ഥി പരിശ്രമിച്ചാലും ഈ സിവിൽ സർവീസ് എഴുതിയെടുക്കാനൊക്കും. നിനക്കതിന് 3 തവണ പരിശ്രമിക്കേണ്ടി വന്നു. ഞാൻ എഴുതി നേടും. നിന്നോടുള്ള പ്രതികാരം അങ്ങനെ തീർക്കും.
നോക്കിക്കോ. ബൈ. നിന്റെ വസ്ത്രങ്ങളൊക്കെ ഇങ്ങെടുക്കുക. എന്തിനാ അച്ഛാ? ഇസ്തിരി ഇടാനാ. ഞാൻ ചെയ്തോളാം. പറയുന്ന കേൾക്കുക. ആ ബാഗിങ് എടുക്കണം. മോൾക്ക് അത്യാവശ്യമുള്ളതെല്ലാം ബാഗിലാക്കുക. എന്തിനാ ഇപ്പൊ ബാഗ് എടുക്കുന്നത്? കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ, വൈകണ്ട. ഇതേ ഉള്ളോ? ബാക്കിയൊക്കെ ഇസ്തിരിയിട്ട് വെടിപ്പാക്കി വെച്ചിരിക്കുവോ? ആ, നീ ഇതൊക്കെ മാറി നല്ലതെന്തെങ്കിലും ഇട്ട് വെടിപ്പായി നിൽക്ക്. ഓ, ഞാൻ അമ്മയോടെല്ലാം പറഞ്ഞിരുന്നു. ഞാൻ അങ്ങനെയൊക്കെ വിശ്വസിച്ചു പോയി, മോഹിച്ചു പോയി. ഓ, സാരമില്ല. മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല. മോളിൽ ഇരുന്നൊരുത്തൻ ചരട് വലിക്കുകയല്ലേ, അവൻ ബാവയെ പോലെ കളിപ്പിക്കുക. സമയം കളയണ്ട, വേഷം മാറി വരിക. അത്യാവശ്യമുള്ളതെല്ലാം ബാഗിലാക്കണം. എന്തിനാ ഇപ്പൊ എല്ലാം ബാഗിലാക്കുന്നത്? അവളൊരു യാത്ര പോവാ. എവിടേക്കാ? കുട്ടികളുടെ ജീവിതത്തിലെ ഓർക്കാപ്പുറത്ത് ചില ഭാഗ്യങ്ങളൊക്കെ വന്നു കയറുമേ. നമ്മുടെ മാതാപിതാക്കള് അതിനനുസരിച്ച് അവരെ വഴി തിരിച്ചുവിടണം. ഞാൻ അറിയാത്ത എന്തു ഭാഗ്യമാ അവളുടെ ജീവിതത്തിലേക്ക് വന്നു കയറിയത്? ഭാഗ്യം നിലച്ചിരിക്കാതെ വരണം. നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയില്ല കൊച്ചേ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താണെന്ന് വെച്ചാ തെളിച്ചു പറ. കഴിഞ്ഞ ദിവസം ഒരാൾ ഇവിടെ വന്നില്ലേ? ഒരിക്കലല്ല, പല തവണ അയാൾ ഇവിടെ വന്നു. അതിനുശേഷം നിങ്ങൾ ഉറങ്ങിയിട്ടില്ല. ഈ മനസ്സ് പയ്യാരം പറഞ്ഞ് ഉണർന്നിരിക്കുന്നത് എനിക്കറിയാം. ആരായാൽ? ഫൈസൽ കോടീശ്വരന. വിദേശത്ത് എവിടെയൊക്കെയോ വലിയ വലിയ ബിസിനസ്സുകൾ. അയാൾക്ക് കോടികളുണ്ടെങ്കിൽ നമുക്കെന്താ? അയാൾ സമ്മതിച്ചു മോളെ കൊണ്ടുപോവാന്ന്. മോളെ കൊണ്ടുപോകിയോ? എവിടേക്കാ? മോള് സമ്മതിച്ചോ? ഞാൻ സമ്മതിച്ചോ? കുട്ടികളുടെ ജീവിതത്തിലെ
ഓർക്കാപ്പുറത്ത് ചില ഭാഗ്യങ്ങളൊക്കെ വന്നു കയറുമേ. നമ്മള് മാതാപിതാക്കള് അതിനനുസരിച്ച് അവര് വഴിതിരിച്ചു വിടണം. മോടെ ഭാവിക്കും ജീവിതത്തിനും നല്ലതാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാ. അപ്പൊ അവള് പോയി രക്ഷപ്പെടട്ടടി. ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടാതെ അവള് നന്നായിരിക്കണോ എന്നല്ലേ ഉള്ളൂ നമുക്ക്. നമ്മള് കല്യാണം ആലോചിച്ച കുട്ടി തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മോള്, നിങ്ങൾക്ക് ഇതെന്താ പറ്റിയത്? പഠിപ്പിക്കാനായാലും കെട്ടിക്കാനായാലും നമ്മളെക്കാൾ കഴിവുണ്ട് അയാൾക്ക്. മോളുടെ നന്മയല്ലാതെ എന്തെങ്കിലും ഒന്ന് അച്ഛൻ ആഗ്രഹിക്കുവോ? ഇവിടെ വന്ന ഫൈസൽ കോടീശ്വര. മോള് അദ്ദേഹത്തോടൊപ്പം പോവാ. എവിടേക്ക്? എന്തിനാ? അപ്പൊ തുടർന്ന് പഠിക്കണോ ജോലി വേണോ എന്നൊക്കെ അദ്ദേഹം പറയും. അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? അല്ലാതെന്താ? ഭ്രാന്ത് പഠിപ്പിക്കരുതല്ലേ മോള് കൂടി. അച്ഛാ, ഒരിക്കൽ ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞു എന്ന് കരുതി ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ അച്ഛനെ അനുസരിക്കാം. ദയവായി എന്നെ എങ്ങും പറഞ്ഞു വിടരുത്. ഈ അച്ഛനും അമ്മയ്ക്കും അപ്പുറം എനിക്കൊരു ഭാഗ്യവും വേണ്ട. ഞാൻ തീരുമാനിച്ചു. എന്താ നിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് അവകാശമില്ലേ? അനുസരിക്കണം. പോണം. നിങ്ങൾ എന്റെ മോളെ വിറ്റോ? പറ, വിറ്റോ? വിറ്റെങ്കിൽ എത്ര രൂപയ്ക്ക്? കോടികൾക്ക്. എന്താ ബോംബെക്ക് അവകാശമില്ലേ? ഞാൻ വളർത്തിയത് എന്റെ വിയർപ്പ്, എന്റെ സ്വപ്നം. ഞാൻ വിറ്റു. മോളുടെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തോ? എല്ലാം അവൾക്ക് കൊടുത്തു വിടണം. ഒന്നും ഇവിടെ ഇട്ടേക്കരുത്. എല്ലാം. കൊണ്ടുപോയിക്കോ. കൊണ്ടുപോകണം. ഈ നെഞ്ചിലിട്ട് വളർത്തിയത് നിനക്കൊന്നും കൊണ്ടുപോകാനല്ല. ഞാൻ പോലീസിൽ പരാതി കൊടുക്കും. എന്റെ അച്ഛൻ എന്നെ ഒരു കോടീശ്വരനെ വിൽക്കുന്നെന്ന്. ആയതിനാൽ ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ, ദയവായി എന്റെ പരാതിക്ക് എത്രയും വേഗം പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് ഇതിനാൽ അപേക്ഷിച്ചു കൊള്ളുന്നു. ബഹുമാനത്തോടെ, ഉണ്ണി. പ്രിയമുള്ളവരെ, നാടകം കണ്ട് ഞങ്ങളോടൊപ്പം ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ പ്രേക്ഷകരോട് കൊല്ലം അനശ്വരയ്ക്കുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിങ്ങളേവരുടെയും അനുവാദത്തോടെ മഞ്ഞു പെയ്യുന്ന മനസ്സ് രണ്ടാം പകുതിയിലേക്ക്. അച്ഛനെതിരെ മോള് പോലീസിൽ പരാതി കൊടുക്കുക വേണ്ടായിരുന്നു. അതറിഞ്ഞാൽ അച്ഛൻ സഹിക്കൂ. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? യാതൊരു പരിചയമില്ലാത്ത ഒരാളിനൊപ്പം അച്ഛന്റെ വാക്കായിട്ട് ഇറങ്ങി പുറപ്പെടണം. അമ്മ, അച്ഛന് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കാണാത്ത ഭാവം, രീതി. ജീവിക്കുന്നത് മോൾക്ക് വേണ്ടിയാണെന്ന് പറയുക. എന്നിട്ടിപ്പോ മോളെ മറ്റൊരാളിനും. കഷ്ടകാലത്തിന് നമ്മളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ആരെങ്കിലും ഉണ്ടോ? അതാ എനിക്ക് മനസ്സിലാകാത്തത്. അച്ഛന് ബന്ധുക്കളാരുമില്ല, അമ്മയ്ക്ക് ബന്ധുക്കളാരുമില്ല. പിന്നെ മാനത്തുനിന്ന് പൊട്ടി വീണതുപോലെ ഒരു അച്ഛനും അമ്മയും മോളും.
ബോംബെയിലെ ഒരു കലാപം അനാഥമാക്കിയതാ ഞങ്ങളുടെ ജീവിതം. ഇനി ഒരു ജീവിതത്തിന് പോലും സാഹചര്യം അനുവദിക്കാതിരുന്നിടത്ത് നിന്ന് പുതിയ മനുഷ്യരും പുതിയ ജീവിതവും ഉയർത്തെണീറ്റതുപോലെ മറ്റൊരു ദേശത്ത് വന്നൊരു ജീവിതം കരിപിടിപ്പിച്ചെടുത്തു. ഞാൻ പരിഭവിക്കുമ്പോഴൊക്കെ നിന്റെ അച്ഛൻ പറയുമായിരുന്നു, ബന്ധുക്കളെയും സ്വന്തക്കാരെയും ഒക്കെ നമ്മുടെ മകൾ നേടിത്തരുമെന്ന്. അച്ഛൻ പറഞ്ഞ ആളിനെ വിവാഹം ചെയ്യാൻ തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞതോ. മറ്റൊരാളുമായി ഇഷ്ടത്തിലായിരുന്നു പുറത്തു പലരും പറഞ്ഞ സ്ഥിതിക്ക് അച്ഛൻ ആറ്റുനോറ്റ് കൊണ്ടുവന്ന് ഈ കല്യാണം നടക്കില്ല. എല്ലാത്തിനും കാരണക്കാരൻ അവനാ. അമ്മേ, എനിക്ക് അടുത്ത സിവിൽ സർവീസ് പരീക്ഷ എഴുതണം. എനിക്കും ചില വാശികളൊക്കെ ഇല്ലേ? പോലീസിൽ പരാതി കൊടുത്ത കാര്യം അച്ഛനോട് പറയണ്ടേ മക്കളെ? വേണ്ട. ഈ വന്നയാൾ ആരാണെന്നും എന്തിനാണ് അച്ഛൻ എന്നെ അയാളോടൊപ്പം പറഞ്ഞു വിടുന്നതെന്നും എനിക്കറിയണം. ഞാൻ ആലോചിച്ചിട്ട് ഇതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. पलकों की छाँव में रहने दो एहसान तेरा हो. മോളെന്തേടെ? മോളകത്തുണ്ട്. ചായ വേണോ? വേണ്ട. പോലീസ് പിടിക്കുമോന്നൊരു പേടിയുണ്ടായിരുന്നു എനിക്ക്. എന്തിനാ? മദ്യപിച്ചോണ്ട് വണ്ടി ഓടിച്ചാ പോലീസ് പിടിക്കും. എടാ, ഈ വണ്ടിക്ക് ചെക്കിംഗ് ഇല്ല. സാധുവേ, ദൈവമായിട്ടാണ് നിന്നെ ഇപ്പോൾ ഇവിടെ എത്തിച്ചത്. ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് നീ ഒരു ആശ്വാസമാണ്. എടാ, നീ എന്താണ് കല്യാണം കഴിക്കാതിരുന്നേ? ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവൻ കല്യാണം കഴിക്കാൻ പാടില്ലെന്നാ നിയമം. സാധു ജനിച്ച സമയത്ത് എന്നെ അച്ഛൻ അറ്റാക്ക് വന്ന് ചത്തു. എന്റെ ജന്മദോഷമാ. ഞാൻ ജീവിച്ചിരിക്കുന്നവരെ കുടുംബത്തിന് ആപത്താണെന്ന് ഏതോ ഒരു ജ്യോത്സ്യം പ്രവചിച്ചു. പിന്നെ അമ്മയും അമ്മാവനും ഒക്കെ എവിടെ ചെന്ന് ആരെ കൊണ്ട് നോക്കിച്ചാലും ഞാൻ ജീവിച്ചിരിക്കുന്നത് കുടുംബത്തിനും വീടിനും ആപത്താണെന്ന് പറയും. അമ്മാവൻ സൈക്കിളിൽ നിന്ന് വീണാൽ, അമ്മാവിയെ പശു കുത്തിയാൽ, എന്തിന് വീട്ടിൽ ആർക്കെങ്കിലും നന്നായിട്ട് വയറ്റിൽ നിന്ന് പോയാൽ പോലും ദോഷം എന്റേതാണെന്നായി പറച്ചില്. 1-2 തവണ എന്നെ കൊണ്ടുപോയി കളഞ്ഞതാ. ഒരിക്കൽ പളനിയിൽ വെച്ച് അമ്മാവൻ ആൾക്കൂട്ടത്തിൽ ഇട്ടിട്ട് പോയി, മറ്റൊരിക്കൽ തിരുപ്പതിയില്. പക്ഷെ അവരെത്തുന്നതിന് മുമ്പേ ഞാൻ മടങ്ങി വീട്ടിലെത്തും. ആർക്കും വേണ്ടാത്തവനായി ജീവിച്ചതിന്റെ ഒരു പന്തികേട ജീവിതത്തിന് മൊത്തം. അയാളെ പറഞ്ഞു വിട്ടോ? മോളെ കൊണ്ടുപോകാന്ന് പറഞ്ഞു വന്ന ആളിനെ? അയാൾ പോവില്ല. എന്നോട് പറയാത്ത, ഞാൻ അറിയാത്ത ഏതോ രഹസ്യം ഈ മനസ്സിൽ പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ എന്റെ ധർമ്മ സങ്കടമാകും. മോളെ കൊടുത്ത് വീട്ടേന്റെ എന്ത് കട? അതിനും നല്ലത് ജീവൻ കൊടുത്ത് വീട്ടുന്നതല്ലേ? അവളല്ലാതെ ഈ ലോകത്ത് നമുക്ക് വേറെ ആരാ ഉള്ളത്? ജീവിച്ചതും ജീവിക്കുന്നതും അവൾക്ക് വേണ്ടി. നമ്മളൊപ്പമില്ലാത്ത ഏത് സ്വർഗത്തേക്ക് അവളെ പറഞ്ഞയക്കുന്നത്? ദയവായി എന്റെ ഗതികേടുകളെ ഇങ്ങനെ വിചാരണ ചെയ്യരുത്. എന്റെ മനസ്സിന് ദഹിക്കുന്ന ഒരു മറുപടി. ഈ മോളെ കല്യാണം ആലോചിച്ചത് അവൾക്കൊരു കുടുംബം ഉണ്ടാകുന്നത്, കുട്ടികൾ ഉണ്ടാകുന്നത്, ആ പേരക്കിടാങ്ങൾ നമ്മുടെ വരണ്ട ജീവിതത്തെ വസന്തമായി നിറഞ്ഞു നിൽക്കുന്നത്. അങ്ങനെ എത്രയെത്ര കിനാവുകൾ ഈ ഉമ്മറത്തിരുന്ന് നമ്മൾ കണ്ടു. ജീവിതം തന്നെ കടലെടുത്തു പോകാൻ ഒരു നിമിഷം മതി. പിന്നല്ലേ സുഭദ്രേ സ്വപ്നങ്ങൾ. പോലീസാണല്ലോ, ഇനി സാധു അല്ല വേണ്ടാതീനോ കാണിച്ചിട്ടുണ്ടോ? സാധു സാധു പോലീസാ. നല്ല തിരക്കി വരേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ഉടായിപ്പൊക്കെ നിർത്തിയിട്ടാ നാട്ടിലേക്ക് മടങ്ങി വന്നത്. ചങ്ങനാശ്ശേരി നടരാജ റോഡ്. അദ്ദേഹത്തിന് രാജദൂത് മാറാൻ കിടന്നുണ്ടോ? വീട്ടിൽ രവിദാശം എന്ന നായകനും
ചങ്ങനാശ്ശേരി നടരാജൻ വില്ലനും, പിന്നെ കുഞ്ഞാലി വരയ്ക്കാൻ അതിൽ സാമൂഹികമായിട്ട് ഗംഭീരം. ഈ സ്പീഡിന് മുനിസിപ്പാലിറ്റി ആണോ അതിന് പേരിട്ടത്? അല്ല സാർ, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഓർമ്മിക്കുന്ന ചില ആൾക്കാർ ചേർന്നിട്ടത്. നന്നായി, ഇതൊന്ന് നന്നാക്കി എഴുതി വെക്കണം. അവരൊരു കാലഘട്ടത്തിൽ രാത്രികളെ സംസ്കാര സമ്പന്നമായി ആസ്വദിപ്പിച്ചവരാ. എനിക്ക് ഈ നാടെന്നൊക്കെ പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. പഠിക്കുമ്പോൾ ഞാൻ കോളേജിൽ CN ശ്രീകണ്ഠൻ നായരുടെ ലങ്കാലക്ഷ്മി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ എന്റെ രാവണനെ കണ്ട് പ്രേമിച്ച പെണ്ണ എന്റെ ഭാര്യ. ഈ നാടകത്തിനും കലയ്ക്കുമൊക്കെ അത്ര ശക്തിയാ. ആരായി ബോംബെ വാല? ഞാനാണ് സാർ. ഞാൻ സാധു, വടക്കേ ഇന്ത്യയിലായിരുന്നു, ബീഹാറിൽ, മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ആന്ധ്രാപ്രദേശിലും കയറി കിടന്നിട്ടുണ്ട്. 4 സ്റ്റേറ്റ്. ഭക്ഷണം നല്ലത് ബീഹാറില്ല. VIP-കളാണല്ലോ കൂടുതല്. മോഷണമൊന്നുമില്ല സാറേ, വലിപ്പീര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, ഇനി പരിചയപ്പെടാൻ സാധിച്ചാൽ കൂടുതൽ വിശദീകരിക്കാം. ആയിക്കോട്ടെ, ആ സ്റ്റൂളുകൾ. പിന്നെ കേട്ടോ സാറേ, ഇനി നീ മിണ്ടരുത്. ബോംബെ തുണി തേപ്പാണ് ജോലി. അതെ സാർ. എന്റെ ക്വാർട്ടേഴ്സിൽ കൊണ്ടൊരു തുണി തയ്ക്കുമായിരുന്നുള്ളൂ. ഒരു മുറികൾ ഈ മുല്ലപ്പെരിയാർ പ്രശ്നം ഉണ്ടായപ്പോ തമിഴന്മാർക്ക് എവിടെ നിന്നാൽ ഇടി കിട്ടുമെന്ന് പറഞ്ഞാൽ വലിഞ്ഞു. ഇപ്പൊ വീട്ടുകാർക്ക് മെനക്കാടാ. തനിക്കറിയാലോ, ഈ യൂണിഫോം തേക്കുക എന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല. തനിക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ ഒക്കൂ? ആഴ്ചയിൽ ഒരു ദിവസം മതി. വരാൻ സാർ. എന്റെ ഭാര്യ ഉണ്ണി എവിടെ? അകത്തോട്ട് സാർ. തന്റെ മോളിന് പരാതി തന്നു തനിക്കെതിരെ. ആരെങ്കിലും ഒരു പോലീസുകാരനെ വീട്ടിൽ നിങ്ങളെ വിളിപ്പിച്ചാൽ മതി. പക്ഷെ പരാതി കണ്ടപ്പോ നേരിട്ട് ഒന്ന് അന്വേഷിക്കണമെന്നോ? മോളെ വിളിക്കാം. മോളെ സാറേ, മോൾ അറിവില്ലായ്മ കൊണ്ട് അവിവേകം കാണിച്ചതാ. അറിവില്ലായ്മയാണോ അവിവേകമാണോ തീരുമാനിക്കാം. അച്ഛനെതിരെ മോള് പരാതി കൊണ്ടുവരിക. കുടുംബത്തെ പരിഹരിക്കാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ. മദ്യപിക്കും. ഇപ്പൊ ഞാൻ മദ്യപിച്ചിട്ടുണ്ട്. ഈ കുട്ടി തന്ന പരാതിയെ പറ്റി എന്ത് പറയുന്നു? എന്റെ അച്ഛനൊന്നും ചെയ്യരുത്. എന്റെ അച്ഛനെ ചെയ്യാനല്ല ഞങ്ങളുടെ ജോലി. അത് ഭയന്ന് നീ ഒന്നും പറയാതിരിക്കുകയും വേണ്ട. എന്താ അച്ഛനെ കുറിച്ചുള്ള പരാതി? അച്ഛൻ പറയുന്ന ഒരാളിനോടൊപ്പം ഞാൻ പോണോന്ന്. ആരോടോ? ഫൈസൽ കോടീശ്വരനാണ് സാർ. അദ്ദേഹം മോളെ പൊന്നുപോലെ നോക്കും. അവളെ മോളെ പോലെ നോക്കണം. പൊന്നുപോലെ നോക്കുമ്പോൾ എന്നെ കൊണ്ട് പോലീസ് പാട് സംസാരിപ്പിക്കാതെ ആ സ്വാഭാവിക പറയണം. ആരാണ് പണം വാങ്ങിക്കൊണ്ട് മോളെ വിൽക്കാനാണോ? സാറേ, അദ്ദേഹം അയാളെ പറഞ്ഞയച്ചോളും. ഇല്ല സാർ, അയാൾ പോകില്ല. അയാൾ മോളെ കൊണ്ടേ പോകും. അങ്ങനെ പറയാൻ അവനാരാ? അത്തരം ഒരു ദുർവാശിക്ക് എന്ത് അവകാശമാണ്? മകളുടെ മുന്നിൽ വെച്ച് സാർ ദയവായി എനിക്ക് മറുപടി പറയാൻ പറ്റാത്ത കാര്യങ്ങൾ കുറിച്ചു നിർത്തി പൊതുവിനായിട്ട് തരുമ്പോ പറയുന്നേ അത് ചെയ്യണം. അതിന് പാടുണ്ടോ? ഹോട്ടൽ ഇന്ദ്രപ്രസ്ഥത്തിൽ 101 നമ്പർ മുറി വല്ല പെൺവാണിഭമോ കൂട്ടിക്കൊടുപ്പോ വല്ലാണോ? സാർ എന്റെ മോളാ. അവളെ വിട്ടുകൊടുക്കേണ്ടി വരുന്ന ഒരു മനുഷ്യന്റെ ഗതികേട് ദയവായി സാറിന് മനസ്സിലാക്കണം. അച്ഛൻ, ഞാൻ പ്രായപൂർത്തിയായ പെണ്ണ. എന്നെ സംബന്ധിക്കുന്ന എന്റെ കാര്യം അറിയാനുള്ള അവകാശം എനിക്കുണ്ട്. പാഞ്ചാലിയെ പണയം വെച്ച് ചൂത് കളിച്ചതുപോലെ അച്ഛനെന്റെ ജീവിതം വെച്ച് ചൂത് കളിക്കരുത്. എനിക്ക് 3 പെൺമക്കളാ. അതുകൊണ്ട് കഴിവതും പെൺകുട്ടികളെ പോലീസ് സ്റ്റേഷനകത്ത് കയറ്റരുത് എന്നെനിക്ക് നിർബന്ധമാണ്. ഇന്ദ്രപ്രസ്ഥത്തിൽ 101 നമ്പർ മുറിയിൽ ഫൈസൽ. അവനെ തപ്പും. സ്വന്തം ഭാര്യയോടും മകളോടും പറയാനാത്ത എന്തിനാണോ ജീവിതത്തിൽ? തന്നെ അവനവിടെ മോളുടെ മുന്നിലേക്ക് ചോദ്യം ചെയ്യണം. കുട്ടി ഒന്നും വിഷമിക്കണ്ട, ഞാനുണ്ട്. നിയമപരമായി അല്ലാതെ നിന്നെ ആരും എവിടെയും കൊണ്ടുപോയി. പേരെന്താണ്? ബോംബെ വാല. മുഖമാർക്കും സമ്മതമുണ്ടല്ലോ. അതൊരു കലാപത്തിന്റെ പേരാണ് സാർ. ബോംബെ കലാപത്തിൽ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, എന്റെ പേര് പോലും. പിന്നെ എനിക്ക് നാട്ടുകാരിട്ട വെളിപ്പേരാണ് സാർ ബോംബെ വാല. അല്ലാതെ എനിക്ക് എന്റെ പേരറിയില്ല, ഓർമ്മയില്ല സാർ. അച്ഛൻ ആരെയാ ഭയക്കുന്നത്? എന്തിനെയാ ഭയക്കുന്നത്? എന്റെ ജീവിതത്തിന്റെ പ്രതീക്ഷയാണ് ഈ മുന്നിൽ നിൽക്കുന്നത്. അല്ല, എന്റെ ജീവിതമാണ്. എന്റെ സംശയത്തിന് മുന്നിൽ അച്ഛൻ മൗനം നിന്നാൽ വാക്കും വഴിയും പൊട്ടിപ്പോവും എനിക്ക്. ഞാൻ പറയില്ല, എനിക്ക് പറയാൻ കഴിയില്ല മക്കളെ. ഇത് ഭ്രാന്താ, കള്ളത്തരമാ, കൊള്ളനെയാ. ഈ മനനേരിൽ കളിച്ചു വളർന്ന് ഉണ്ടുറങ്ങിയ മോള വിളിച്ചത് കേട്ടില്ലേ? എന്തിനാ ബോംബെ ഇങ്ങനെയൊക്കെ?
എന്റെയും അവളുടെയും മുമ്പിൽ നിങ്ങളെ ഗതികെട്ടവനാക്കുന്ന ഏത് കടം? അധികം വിചാരണ ചെയ്യരുത്. ചെയ്താൽ പരാജയ ഭീതി കൊണ്ട് ഒരുപക്ഷെ ഞാൻ ആത്മഹത്യ ചെയ്തു പോകും. ഞാൻ മനുഷ്യനല്ല. ഒരു സ്ഥലനാമത്തിന്റെ പേരാ ബോംബെ. പക്ഷെ ഇവിടെ അങ്ങനല്ല. നിർഭാഗ്യവശാൽ അതൊരു മനുഷ്യന്റെ വിളിപ്പേരാ. മനസ്സിലെ രഹസ്യങ്ങളുടെ ഭൂതത്തെ തുറന്നു വിട്ട് സ്വതന്ത്രനാകണോ? ചില രഹസ്യങ്ങൾ ഈശ്വരൻ പോലും തുറക്കാതെ രഹസ്യമായി തന്നെ സൂക്ഷിക്കും. പ്രപഞ്ച രഹസ്യങ്ങൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അന്വേഷിക്കുന്നവൻ എത്തുന്നത് രഹസ്യങ്ങളിലേക്കായിരിക്കും. ഒരിക്കലും തുറക്കാത്ത രഹസ്യം. ബോംബെ, ഒരാളെ കൊല്ലാനുള്ള തന്റെ ഇടമൊക്കെ എനിക്കുണ്ട്. ചിരിക്കണ്ടോ? മോളെ തിരക്ക് വന്നവനെ കൊന്നേക്കട്ടെ. ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാനത് ചെയ്യും. ഈ ജയിലെന്ന് പറയുന്നത് കൊള്ളരുതാത്തവർക്ക് മാത്രമുള്ളതല്ല, ആണുങ്ങൾക്കും ഉള്ളതാ. ഈ ബോംബെ വാല എന്ന് പറയുന്ന ആള് ഞാനാ. എന്തേ ഇയാളെ അറിയൂ? കൊള്ളാം, ഇതെന്റെ ഭാര്യയാടോ. എന്തേ ഒന്ന് വിളിക്കാമോ? അവർക്ക് വേണ്ടപ്പെട്ട ഒരാള്. ആ സുഭദ്രേ, ഇങ്ങ് വന്നേ. ബന്ധുക്കൾ ആരും ഇല്ലാന്ന കാര്യം അല്പം മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. ആ തന്നെ തേടി വന്നതാ ഏതോ ബന്ധു. ഇതാരാണെന്നറിയോ? എന്റെ ഭർത്താവാ. കലാപത്തിൽ മരിച്ചവരുടെ കൂട്ടത്തിൽപ്പെടുത്തി മോർച്ചറിയിൽ തള്ളിയത എന്നെയും. പോസ്റ്റ്മോർട്ടം എന്ന നടപടിക്രമത്തിന്റെ മുന്നിൽ കീറി മുറിക്കാൻ തുനിഞ്ഞവർക്ക് മനസ്സിലായി എന്നിൽ ജീവന്റെ അംശം അവശേഷിക്കുന്നുവെന്ന്. പിന്നെ ആശുപത്രികളിൽ അബോധാവസ്ഥയിൽ 3 മാസം ചികിത്സ കഴിഞ്ഞ് ഏതാണ്ട് നടക്കാൻ പറ്റുന്ന അവസ്ഥയിൽ പുറത്തിറങ്ങുന്നത് 7-ാം മാസം. വീടിരുന്നിടത്ത് പുതിയ അവകാശികളും പുതിയ വീടും. സുധാകരന്റെ കുടുംബം മുഴുവൻ മരണപ്പെട്ടവരുടെ പട്ടികയിൽ. കലാപത്തെ കുറിച്ച് അന്വേഷിക്കുന്നവരെ പോലും ശത്രുക്കളെ പോലെ കൈകാര്യം ചെയ്യുന്ന അധികൃതർ. മരണപ്പെട്ടവരുടെ ഫോട്ടോകൾക്കിടയിൽ എന്റെ മക്കൾ. സുഭദ്രയെ കുറിച്ച് അന്വേഷിച്ചപ്പോ കൈമലർത്തുന്ന അധികാരികൾ കാണാതായവരുടെ പട്ടികയിൽപ്പെടുത്തി അന്വേഷിക്കാമെന്ന് പോലീസ്. ബോംബെ ഒരു വനമാണ്. മനുഷ്യരും യന്ത്രങ്ങളും വീടുകളും നിറഞ്ഞ ഘോര വനം. അവിടെ തേടി നടന്നു ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിൽ ഒടുവിൽ അന്വേഷണം അവസാനിപ്പിച്ചു. മറ്റൊരു ജോലി തേടി ഭിലായ് സ്റ്റീൽ പ്ലാന്റിൽ. വീടുമായും നാടുമായും ഒരു ബന്ധവുമില്ലാതെ ഉരുക്കു കമ്പനിയിൽ. ഉരുകുന്ന ഇരുമ്പ് ഫർണസിൽ ഒഴുകിയിറങ്ങി വിവിധ രൂപത്തിൽ അറുത്തെടുക്കും. എന്റെ മനസ്സൊരിക്കലും തണുത്തില്ല. കലാപങ്ങൾ ഒടുങ്ങിയില്ല. കാരണം ഭാര്യയും 2 മക്കളും, ചെറുതെങ്കിലും സന്തോഷപ്രദമായ ഒരു ജീവിതം. എനിക്ക് നഷ്ടപ്പെട്ടത് ഒരു ആരാധനാലയമല്ല, അല്ല,
അതിന്റെ പ്രതിഷേധത്തിൽ കത്തിച്ചു കളഞ്ഞ കുറെ ജീവിതങ്ങളുടെ ഒടുങ്ങാത്ത നഷ്ടം ആരും അറിഞ്ഞില്ല. 6 മാസം ഒരു സഹോദരി വിളിച്ചു പറഞ്ഞു, കോട്ടയം ടൗണിൽ വെച്ച് സുഭദ്രയെ പോലെ ഒരാൾ കണ്ടുവെന്നും കൂടെ ഭർത്താവും തോന്നിക്കുന്ന ഒരാളും മകളുമെന്ന്. എന്റെ സംശയമാ, നീ ഒന്ന് വരണം, നമുക്ക് അന്വേഷിക്കണമെന്നൊക്കെ. 3 മാസം തിരിച്ചിനൊടുവില ബോംബെയെ പറ്റി സുഭദ്രയെ പറ്റിയുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ഭൂമി വളരെ വലുതാ, നമുക്കൊരാളെ അന്വേഷിച്ച് കണ്ടെത്തുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബോംബെ ഒന്നും പറഞ്ഞില്ല. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു കലാപമേ നടന്നിട്ടുള്ളൂ. എന്റെ ജീവിതത്തിൽ കലാപങ്ങൾ ഒടുങ്ങുന്നില്ല. എന്തായാലും സുധാകരൻ കാണിച്ചത് മര്യാദകേടാ. തന്റെ ഭാര്യ ഇവിടെ മാന്യമായി ജീവിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും താൻ ഇവിടെ വന്ന് കാണാ പറഞ്ഞ പാവങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാതെ മടങ്ങി പോകേണ്ടതല്ലായിരുന്നോടോ? നഷ്ടപ്പെട്ട നിമിഷം മുതൽ തേടുന്ന ജീവിതം കണ്ടെത്തുമ്പോ അങ്ങനെ ഉപേക്ഷിച്ചു പോകാൻ പറ്റുമോ? എനിക്ക് കഴിഞ്ഞ 10-20 വർഷമായി അവരിങ്ങേരുടെ ഭാര്യ, അവരെ സംരക്ഷിച്ചവനാ. ഇനി അവർക്ക് ഈ ജീവിതം ഉപേക്ഷിച്ചിട്ട് വരാനൊക്കൂ? അഥവാ അങ്ങനെ അവർ വന്നാൽ തന്നെ ഇയാൾക്ക് കൊണ്ടുപോകാനൊക്കൂ? വർഷങ്ങളോളം മറ്റൊരുത്തം പൊറപ്പിച്ച സ്ത്രീയെ കേട്ടാ മറുപടി വരാനിരിക്കുന്നത് എങ്ങനെയാണോ? ഇവിടെ തീരുമാനമെടുക്കേണ്ടതും മറുപടി പറയേണ്ടതും സുഭദ്രയാ. അച്ഛൻ പറയുന്നതിനപ്പുറം അമ്മ എന്ത് മറുപടി പറയാനാ? ദേ, ഈ നിമിഷം വരെ നിന്റെ പെറ്റമ്മയല്ല, എന്റെ ഭാര്യയല്ല എന്ന് അച്ഛനും അമ്മ ആരെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തെ അലോസരപ്പെടുത്തുന്ന ഒരു സത്യവും വരുന്നു വരണ്ട ഈ വീട്ടിലേക്ക്. ദുരന്തങ്ങൾ വിരുന്നു വരുന്നത് അനുവാദം ചോദിച്ചിട്ടല്ല മകളെ. ബോംബെയിൽ പല സ്ഥലത്തും ബോംബ് പൊട്ടി, കലാപം പൊട്ടി. കിട്ടിയ മോളെപ്പെടുത്ത് രക്ഷപ്പെടുമ്പോ റെഡ് ക്രോസിന്റെ മേലെഴുതിയ വാഹനം സ്ത്രീകളെയും പെൺകുട്ടികളെയും മാത്രം കയറ്റുന്നു, പ്രായമായവരെ ഒഴിവാക്കുന്നു. വീടും കുടുംബവും നഷ്ടപ്പെട്ട അനാഥരെ സംരക്ഷിക്കാനല്ല. ആ വാഹനത്തിന് റെഡ് ക്രോസുമായി യാതൊരു ബന്ധവുമില്ല എന്നെനിക്ക് മനസ്സിലായി. റെഡ് സ്ട്രീറ്റിലെ ദല്ലാളന്മാരും ഗുണ്ടകളും വീണ്ടും കിട്ടിയ അവസരം മുതലാക്കുകയായിരുന്നു. വണ്ടിക്കകത്തേക്ക് നോക്കി എന്റെ മോളു അമ്മ അമ്മ എന്ന് നിലവിളിച്ചു. ഇവരെ നോക്കി ധൈര്യം സംഭരിച്ച് എന്തും വരട്ടെ എന്ന് കരുതി ഇവരുടെ കൈപിടിച്ചു. തടയാൻ വന്നവരോട് പറഞ്ഞു എന്റെ ഭാര്യയാണെന്ന്. ഈ വണ്ടി ചുവന്ന തെരുവിലേക്കാണെന്ന് ഞാൻ ഇവരോട് പറഞ്ഞു. സുഭദ്ര എന്റെ കയ്യിൽ നിന്നും മോള വാങ്ങി. ഞങ്ങൾ ഒരുമിച്ച നഷ്ടങ്ങളുടെ കഥ തേടി നടന്നത്. ഭർത്താവും മക്കളും മരിച്ചു എന്നറിഞ്ഞു. പോകാനിടമില്ലെന്ന് പറഞ്ഞ് കരഞ്ഞ ഇവരെ ഒപ്പം കൂട്ടി. അവരെന്റെ മോൾക്ക് അമ്മയായി. ഈ നിമിഷം വരെ എന്റെ ഭാര്യയായിട്ടില്ല. ഈ ജീവിത സഖിയുടെ മനസ്സിലെ തൊട്ടിട്ടുള്ളൂ, ശരീരത്ത് തൊട്ടിട്ടില്ല. അത്രയ്ക്ക് വിശുദ്ധമാ ഞങ്ങളുടെ ബന്ധം, അത്രയ്ക്ക് വിശുദ്ധം. ബോംബെ അതൊരു സ്ഥലത്തിന്റെ പേരല്ലടോ, ഒരു വ്യക്തിയുടെയും പേരല്ല. അതൊരു മനസാക്ഷിയുടെ പേരാ. ബോംബെ വാല. ഇദ്ദേഹത്തിന് നിന്നെ വിളിക്കാനും നിന്നെ കൊണ്ടുപോകാനുള്ള അവകാശമുണ്ട്. ആ അവകാശം എന്ത് എന്ന് വെളിപ്പെടുത്തരുതെന്ന് ബോംബെ ഇയാളോട് ആവശ്യപ്പെട്ടിരിക്കുക. എന്റെ അവകാശം? ഞാൻ അറിയാത്ത എന്റെ അവകാശം എന്നെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത എന്ത് സത്യമാ? ഞാനിവിടെ വന്നതിന്റെ പിറ്റേന്ന് ബോംബെയുമായി കണ്ടു, സംസാരിച്ചു. എനിക്ക് പറയാനുള്ളത് എന്റെ അവകാശം.
കണ്ണീർ കരയിൽ കനവുകൾ കൊണ്ടാരോ കണ്ണാണ്ടി മാളിക പണിയിച്ചു. മോഹഭംഗങ്ങൾ തന്നെടുവീട്ടിലായിരം ജാലക കാഴ്ചകൾ വിരിച്ചു. ഓഫീസിലായിരുന്നു. വാർത്തയറിഞ്ഞ് കർഫ്യൂവിനെ അധികാരികളെയൊക്കെ പിന്നിട്ട് വീട്ടിലെത്തിയപ്പോൾ വീടൊരു ചിത പോലെ നിന്ന് പോയി. പോലീസുകാർ ശവങ്ങൾ വാരിക്കൂട്ടുന്നു. കരഞ്ഞുകൊണ്ട് എന്ന് അന്വേഷിച്ചപ്പോൾ ഒരു സബ് ഇൻസ്പെക്ടർ പേര് ചോദിച്ചു. ഫൈസൽ എന്ന് പറഞ്ഞപ്പോൾ അയാൾ ഒരു ഇടിവണ്ടിയിലേക്ക് കയറ്റിയിരുത്തി. പിന്നെ ചോദ്യങ്ങളും ഭേദ്യങ്ങളുമായി പ്രതിപട്ടികയിൽ സ്ഥാനം. സ്വന്തം ഭാര്യയെയും കുഞ്ഞിനെയും ആരെങ്കിലും ബോംബിട്ട് കൊല്ലുമോ എന്നുള്ള ചോദ്യങ്ങൾ പോലും അവർ ചെവിക്കൊണ്ടില്ല. രാജ്യദ്രോഹി, കലാപകാരി, വർഷങ്ങളോളകത്ത്, പിന്നെ ജീവപര്യന്തം. തടവ് ശിക്ഷ കഴിഞ്ഞ് മടങ്ങി വന്ന് ഒരു വിസ തരപ്പെടുത്തി സൗദിയിലെത്തി. ഇന്നെനിക്ക് സാമാന്യം തിരക്കേടില്ലാത്ത ജീവിത സൗകര്യങ്ങളാണ്. അവിടെ ഒരു കമ്പനിയിൽ സബ് കോൺട്രാക്ട് എടുത്ത് ജോലി ചെയ്യുക. ജീവിതം സുരക്ഷിതമായപ്പോൾ പഴയ ഓർമ്മകൾ ചിലഞ്ഞ് ഞാൻ ബോംബെയിലെത്തി. അപ്പോഴാ അറിയുന്നത് കലാപത്തിൽ എന്റെ റസിയ മോള് കൊല്ലപ്പെട്ടിട്ടില്ല, അവളെ ബോംബെ വാലയോടൊപ്പം കണ്ടവരുണ്ടെന്ന്. തന്നെ തേടിപ്പിടിക്കാൻ ഒത്തിരി അലഞ്ഞു ബോംബെ. ഇന്നെനിക്ക് മാന്യമായ സ്ഥാനം. അവൾ എന്നോടൊപ്പം ജീവിക്കേണ്ടവളാണ്. ഒരു തേപ്പുകാരന്റെ ദാരിദ്ര്യത്തിന്റെ ഓഹരി പറ്റി കഴിയേണ്ടവളല്ല. ഇതുവരെ അങ്ങനെയായിരുന്നു അവൾ ജീവിച്ചത്. അതിലെനിക്ക് നന്ദിയുണ്ട്. തനിക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരാം. എന്റെ ഈ സമ്പാദ്യങ്ങൾ മുഴുവൻ. എടോ, എനിക്കെന്റെ മോളെ മതി. ഞാൻ വേറെ കല്യാണം കഴിച്ചിട്ടില്ല. ഭാര്യയുടെയും മോളുടെയും ഓർമ്മകളും പേര് ജീവിക്കുക. എന്റെ മോളുടെ ഭാവി സുരക്ഷിതമാകട്ടെ, ജീവിതം ശോഭനമാകട്ടെ. തനിക്ക് കൊടുക്കാൻ കഴിയുന്നതിനേക്കാൾ എല്ലാം അപ്പുറം എനിക്ക് നൽകാൻ കഴിയും. തന്നെ ബുദ്ധിമുട്ടിക്കരുന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ആ മര്യാദയുടെ ഭാഷ തന്നോട് സംസാരിക്കുന്നത്. തന്റെ മകളെ ഇത്രയും കാലം പൊന്നുപോലെ നോക്കി എന്നോട് തനിക്കെന്ത് മര്യാദ കെട്ട ഭാഷ സംസാരിക്കാൻ കഴിയും? പറയണോ? തനിക്കറിയാം അവൾ എന്റെ മോളാണെന്ന്. ഞാൻ വെറുതെ അല്ല, എന്റെ അവകാശമാണ് എന്റെ മോള്. പടച്ചവൻ എനിക്ക് ഈ സമ്പത്തൊക്കെ തന്ന അവൾക്ക് വേണ്ടിയാണോ? അവളുടെ നന്മയാണ്, നല്ല ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി എന്റെ മോളെ എന്നോടൊപ്പം വിടണം. ഫൈസലെ, അവൾ എന്റെ മോള. ഞാൻ ജീവിച്ചതും ജീവിക്കുന്നതും അവൾക്ക് വേണ്ടിയാ. നീ എന്നെ കൊല്ല്, എന്നിട്ട് പോയി മോളെ വിളിച്ചോണ്ട് പോ. എന്നെ കൊല്ലണ. ജീവിതകാലം മുഴുവൻ ഞാൻ നന്ദിയുള്ളവനായിരിക്കും. ഞാൻ മറക്കില്ല നിന്റെ സ്നേഹം, ത്യാഗം. എനിക്ക് എന്റെ മോളെ കൊണ്ടല്ലാതെ പോകാൻ കഴിയില്ലടോ. താനവളെ മനസ്സോട് വിട്ടു തന്നില്ലെങ്കിൽ ഞാൻ നിയമപരമായി പോകും. പോലീസിൽ, കോടതിയിൽ, എവിടെ വേണമെങ്കിലും. നമ്മുടെ ജീവിതത്തിൽ പോലീസും കോടതിയും ഒക്കെ അത് വേണ്ട ബോംബെ. എനിക്ക് എന്റെ മോളെ വേണമല്ലോ. എനിക്ക് എന്റെ മോളെ വേണം. എന്നോടെന്താണോ ദൈവം ഇങ്ങനൊക്കെ? ഇയാളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നതുകൊണ്ടാ. കുഞ്ഞിനറിയില്ല, സുഭദ്രയ്ക്ക് അറിയില്ല അവൾ എന്റെ മോളല്ലെന്ന്. സ്നേഹത്തിൽ പൊതിഞ്ഞ വിശുദ്ധമായൊരു കള്ളമാണ് ബോംബെ വാല. 20 വർഷം വളർത്തി ബോംബെ വാല. എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. എനിക്കൊരു മോളുണ്ടെന്ന്. അവൾ മെടുക്കിയായിരുന്നു. അവൾക്ക് റാങ്ക് കിട്ടി. ബോംബെ വാല. കുഞ്ഞറിയരുത് ഞാൻ അവിടെ അച്ഛനല്ലെന്ന്. സുഭദ്ര അറിയരുത് ഉണ്ണിമോൾ എന്റെ മോളല്ലെന്ന്. എങ്ങനാ ബോംബെ? അവൾ എങ്ങനെ വരും എന്നോടൊപ്പം? പറഞ്ഞാൽ ഞാൻ അച്ഛനല്ലെന്ന് അറിയുന്ന നിമിഷം എന്റെ മനസ്സ് സഹിക്കില്ല. ഞാൻ പറഞ്ഞു വിടാം. ഞാൻ പറഞ്ഞാൽ എന്റെ മോള് കേൾക്കും. ഞാൻ അവിടെ അച്ഛനല്ലടോ. ഫൈസലെ, പറയരുത് ചങ്ങാതി. അങ്ങനെ ഒരു നന്ദി മാത്രം കാണിച്ചാ മതി. 20 വർഷം വളർത്തിയതിന് അങ്ങനെ ബന്ധങ്ങൾ ശോകബന്ധനങ്ങൾക്കാരോ ചില്ലറ വാക്കിന്റെ വിലയിടുന്നു.
നിന്റെ മുന്നിൽ അച്ഛനായും ഇവരുടെ മുന്നിൽ ഭർത്താവായും ജീവിക്കുകയായിരുന്നു. ബോംബെ വാല. കുഞ്ഞിന് പാല് വാങ്ങി മടങ്ങി വരുമ്പോഴാ ബോംബ് പൊട്ടുന്ന ശബ്ദം കേട്ടത്. ഞങ്ങളുടെ കോളനികൾ മുഴുവൻ തീ പിടിച്ചു. തീയിൽ നിന്നും മോളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടുമ്പോ തീക്കു നടുവിൽ നിന്നും റസിയ കാലിൽ കെട്ടിപ്പിടിച്ചു. ഇവളെ വാരിയെടുത്ത് സുരക്ഷിത സ്ഥലത്തെത്തി തിരിഞ്ഞു നോക്കുമ്പോ എന്റെ ഉണ്ണിമോളും അവിടെ അമ്മയും കത്തി ഒടുങ്ങുന്നു. മോളെ അച്ഛാന്നുള്ള നിലവിളി തീ വിഴുകുന്നത് കണ്ടു നിന്നു. കാലി കെട്ടിപ്പിടിച്ചവളെ കുടഞ്ഞെറിഞ്ഞിട്ട് ഞാൻ എന്റെ മകളെ രക്ഷപ്പെടുത്തണമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഗതികെട്ട നിമിഷത്തെ എനിക്ക് നേരിടേണ്ടി വരില്ലായിരുന്നു. കലാപം കടമുടക്കി കൊണ്ടുപോയി എന്റെ ജീവിതത്തെ. അതിനുശേഷമുള്ള ജീവിതത്തിന്റെ പേരാണ് സാർ ബോംബെ വാല എന്ന്. എന്റെ മകൾ അച്ഛനെതിരെ തന്ന പരാതി ഇനി എങ്ങനെ പരിഹരിക്കും സാർ? കാലം എനിക്ക് നൽകിയതിന് മുകളിൽ എന്ത് ശിക്ഷ വിധിക്കാൻ കഴിയും സാർ നിങ്ങൾക്ക്? ബോംബെ, ഒരു നിയമത്തിന്റെയോ ഒരു പോലീസിന്റെയോ നിർദ്ദേശമില്ലാതെയാണ് നിങ്ങൾ ഈ അമ്മയും മകളെയും സംരക്ഷിച്ചത്. അതുകൊണ്ട് ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കോടതിയുടെ പോലീസിന്റെ ഇടപെടൽ വേണ്ട. അതിനൊക്കെ അപ്പുറം ശ്രേഷ്ഠമായ നീതിബോധമുള്ളവരാണ് നിങ്ങൾ. മറ്റുള്ളവരുടെ വസ്ത്രങ്ങൾ ഇസ്തിരിയിട്ട് വെടിപ്പാക്കുന്ന നിങ്ങളുടെ മനസ്സ് വെടിപ്പുള്ളതാണ്. ഈ വലിയ മനുഷ്യത്വത്തിന് മുന്നിൽ, ഈ ത്യാഗത്തിന് മുന്നിൽ ഞാൻ അംഗീകരിക്കാൻ എന്റെ സാമാന്യ ബുദ്ധിക്കാവില്ല. നിങ്ങളുടെ ഇത്രയും കാലത്തെ അധ്വാനം, നിങ്ങളുടെ സ്വപ്നം, ബോംബെ നിങ്ങൾ നൽകിയ സ്നേഹവും കരുതലും അതിനൊന്നും ഒരു വിലയുമില്ലേ? എന്തു വില മേടിക്കും നമ്മൾ? വിലയ്ക്ക് വിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ദാനം കൊടുക്കുന്നു. ആ അമ്മയ്ക്ക് മോക്ക് നിങ്ങളെ വിട്ടിട്ട് പോകാൻ കഴിയൂ? ഭാര്യ ഭർത്താവിനോടൊപ്പം പോകുന്നു, മകൾ അവരുടെ അച്ഛനോടൊപ്പം പോകുന്നു. ഞാൻ അവരുടെ ആരുമല്ല. ഇതിനാ പണ്ടുള്ളവർ പറഞ്ഞത് കണ്ടവന്റെ പയ്യന് പുല്ല് പറിച്ചാ പുല്ലുമില്ല പൂടയുമില്ലെന്ന്. ഒരിക്കൽ കുടുംബം നഷ്ടപ്പെട്ട നിങ്ങൾ ത്യാഗം കൊണ്ട് കെട്ടിപ്പടുത്ത ഈ കുടുംബവും ഇപ്പോ ബോംബെ തനിക്കിനി ആരാടോ? എനിക്ക് നെയ്യില്ലേ ചങ്ങാതി? സ്നേഹിതനെന്നാൽ തന്റെ ആവശ്യങ്ങൾക്കുള്ള മറുപടി എന്നാടോ അർത്ഥം. സ്നേഹത്തിന്റെ വിത്ത് വിതയ്ക്കാനും നന്ദിയുള്ള വിള കൊയ്യാനുമുള്ള നിലമാ സ്നേഹിതൻ. എനിക്ക് കൂട്ടാകാനല്ലേ ചങ്ങാതി എല്ലാം നിർത്തി നീ മടങ്ങി വന്നത്? ഭാര്യയും മകളും വീടും കൺമുന്നിൽ കത്തി അമർന്നിട്ടും ജീവിച്ചില്ലേ? ഇനിയും ജീവിക്കും. ഞാൻ എന്ത് വേണം? അങ്ങനൊരു ചോദ്യത്തിന്റെ ആവശ്യമില്ല സുഭദ്രേ. താൻ സുധാകരനോടൊപ്പം പോകണം. നിങ്ങളെ മകളെ ഉപേക്ഷിച്ച് എനിക്ക് എങ്ങനെ പോകാനാകും? മകൾ അവളുടെ അച്ഛനോടൊപ്പം പോകുന്നു. ജീവിതത്തിന്റെ ഇടത്താവളത്തിൽ ഒരുമിച്ച് കൂടിയവർ പിരിയുന്നു. അതിനപ്പുറം ഒന്നുമില്ല. കാലത്തിനു മായ്ക്കാൻ കഴിയാത്തതായി എന്തു വേർപാടാണോ ഈ ലോകത്തുള്ളത്? താൻ ഭാഗ്യവതിയ. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചില്ലേ? പ്രാർത്ഥിച്ചില്ലേ? ജീവിതത്തിൽ അത് സാധിച്ചിരിക്കുന്നു. താൻ സുധാകരനോടൊപ്പം പോകണം. ഇടയ്ക്ക് പറഞ്ഞു രസിക്കാൻ ഒരാൾ. ബോംബെ വാല. ബാഗൊക്കെ ഒരുക്കിയോ റസിയ മോള്? അല്ല അല്ല, ഞാൻ ഉണ്ണി മോളാ.
നീ എന്റേതല്ലാതായ നിമിഷം മുതൽ റസിയ, അതാ സത്യം. ഫൈസൽ വണ്ടിയുമായി വരും, കൊണ്ടുപോകാൻ. തടസ്സം പറയാതെ പോണം. പോകുമ്പോ എന്നെ മറന്നാലും ഈ അമ്മയെ മറക്കരുത്. എപ്പോഴും പരസ്പര ബന്ധം വേണം. നേരിൽ നിന്റെ എല്ലാ കാര്യത്തിലും മുന്നിട്ട് നിൽക്കേണ്ടത് ഈ അമ്മയായിരിക്കണം. അച്ഛനും പറഞ്ഞു എന്നോടൊപ്പം. ആരായിട്ട്? എന്റെ അച്ഛനായിട്ട്. എനിക്ക് അച്ഛനും ഉണ്ട്, പാപ്പയും ഉണ്ട്. എന്റെ കഷ്ടദിനങ്ങളുടെ വറുതിയിലേക്ക് ഈശ്വരൻ എറിഞ്ഞു തന്ന സന്തോഷമായിരുന്നു നീ. ഇനി നീ എന്ന സന്തോഷം നിന്റെ വാപ്പായ്ക്ക് അവകാശപ്പെട്ടത്. ഫൈസൽ വരുമ്പോ തടസ്സം പറയാതെ പോണം. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ. അച്ഛനെ തനിച്ചാക്കിട്ട് ഞാൻ എങ്കും പോവില്ല. മക്കൾ അനുസരണക്കേട് കാണിച്ചാൽ പേര് ദോഷം മാതാപിതാക്കൾക്ക്. ഞങ്ങൾ വിവേകമുള്ള മോളായിട്ടല്ലേടോ നിന്നെ വളർത്തിയത്. നിന്റെ നന്മയും ജീവിത വിജയവുമാണ് പ്രധാനം. എന്നെ അനുസരിക്കണം. അനുസരിക്കില്ലേ? അനുസരിക്കും. ഈ ജീവിതയാത്രയിൽ നീ അച്ഛന് നൽകേണ്ട പ്രതിഫലം അതാ. അച്ഛന് നൽകേണ്ട സമ്മാനം. ഫൈസലെത്തി. മോളെ പോണവിടെ. സാധുവേ, നമുക്ക് ഇവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തു വയ്ക്കാം. ആ, നിങ്ങളും ഇവരോടൊപ്പം ഇറങ്ങണം. യാത്രാമൊഴി ഒരുമിച്ചായാൽ സഹിക്കാനൊരു സന്തോഷമായിരുന്നു. എനിക്കൊന്ന് ബാധ്യതകൾ ഒഴിവാക്കി സ്വതന്ത്രനാകണ സുധാര. സാധുവേ, യാത്ര ചോദിക്കരുത്. മരണം വരെ നിന്റെ അമ്മയായിരിക്കണം എനിക്ക്. ആ സ്വാതന്ത്ര്യം എപ്പോഴും എനിക്ക് വേണം. അമ്മയല്ലാതെ പിന്നെ എനിക്ക് ആരാ? ഞാൻ എന്റെ അച്ഛനെ ഉപേക്ഷിച്ചു. കാല് പിടിച്ച് പറഞ്ഞു നോക്കി ഞാൻ. അദ്ദേഹം അതിന് തയ്യാറാകണ്ടേ? എനിക്കെന്ത് ചെയ്യാനൊക്കും? ഞങ്ങൾ ഇറങ്ങുക നിങ്ങൾക്കൊപ്പം. സുധാകരനെ ഞാൻ വീട്ടിൽ വിടാം. മോളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം. അവൾ എന്നും വിളിക്കും. എന്റെ അച്ഛനെ തനിച്ചാക്കിയത് ഞാൻ എന്തിനു മനസ്സമാധാനത്തോടെ കൂടി എന്നെ തനിച്ചാക്കിയത് മോളല്ല, ബോംബെ കലാപമാ. കലാപങ്ങൾ രാഷ്ട്രീയക്കാർക്കും മതസംഘടനകൾക്കും നിലനിൽക്കാനും ശക്തി തെളിയിക്കാനും വളരാനുമുള്ള വ്യാപാരമാ. അനുഭവിക്കുന്ന ഇരകൾക്കോ ഒടുങ്ങാത്ത വേദനയും. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ ഒരിക്കലേ മരിക്കൂ. അവർക്ക് ചരിത്രത്തിനിടമുണ്ട്. ആ മരണം നിമിത്തം അനാഥരായവർ, വീടും നാടും നഷ്ടപ്പെട്ടവർ, മരിച്ച് ജീവിക്കുന്ന ഇരകൾ, അവർക്ക് ചരിത്രമില്ല, ജീവിതമില്ല. തകർന്ന പള്ളിയും അതിന്റെ പേരിൽ കത്തിപ്പടർന്ന കലാപങ്ങളും ചരിത്രമാ. അത് തകർത്തെറിഞ്ഞ ജീവിതങ്ങൾ ഇന്നും പേരില്ലാത്തവരായി, നാടില്ലാത്തവരായി, മക്കളും കുടുംബവും നഷ്ടപ്പെട്ട ഇരകളായി മനുഷ്യ ഞങ്ങൾക്ക് ഏത് ഈശ്വരൻ, ഏത് ഭരണകൂടം, ആരാ പരിഹാരം? ചരിത്രത്തിൽ ഇടമില്ലാതെ വലിച്ചെറിഞ്ഞ നാണയങ്ങൾ. ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു, ഉണങ്ങാത്ത മുറിവും മനസ്സിലണയാത്ത തീയുമായി. ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു. ബോംബെ വാലകൾ, കലാപങ്ങൾക്ക് കത്തിവിരിക്കുന്നവരെ
ഇന്നുവരെ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു. ബോംബെ അടയ്ക്കുന്ന വട്ടം കൂടുന്നു. നിങ്ങൾ ഇറങ്ങുകയല്ലേ? വൈകണ്ട സുഭദ്രയെ. യാത്ര പറഞ്ഞ് സങ്കടപ്പെടുത്തണ്ട കേട്ടോ. ഒരു ഉമ്മ തന്നിട്ട് പോണോ മക്കളെ? എല്ലാ മനുഷ്യരും ഓരോ പരാതിയാണ്. എല്ലാ പരാതിയും ഓരോ ജീവിതകഥയും. അവസാനിക്കാത്ത ഈ ജീവിതകഥ മഴയിൽ തനിച്ചിരിക്കുന്നു. ഹൃദയത്തിൽ കാരുണ്യത്തിന്റെ തണൽ സൂക്ഷിച്ച ഈ മനുഷ്യ സ്നേഹിയെ ഇങ്ങനെ ഒറ്റയ്ക്ക് മഴയുടെ തണുവിൽ വിടണോ? സൗഹൃദത്തിന്റെ, മനുഷ്യത്വത്തിന്റെ ഒരു കുടക്കീഴിൽ ഞങ്ങൾ ഇയാളെ സ്വീകരിക്കുന്നു. ഒടുങ്ങാത്ത നന്മയുടെ ഈ മനുഷ്യമുഖം കാലത്തിനു മുന്നിൽ ജ്വലിച്ചു നിൽക്കട്ടെ.